പറയും. ഞാനിന്ന് ഏറെ ധ്യാനിച്ച ഒരു ഭാഗം മത്തായി സുവിശേഷത്തിന്റെയും ലൂക്കോസിന്റെയും ആക്കിയ ആ ഒരു ജീനിയോളജിയാണ്. പിന്നെ ഇന്ന് പലവട്ടം അത് ധ്യാനിക്കുവാനായിട്ടിടയായിട്ട് ആ ഒരു അർത്ഥത്തിൽ. എന്താ കാര്യം ചോദിച്ചാൽ, യേശുവിന്റെ വംശാവലി ഇങ്ങനെ പറയുമ്പോൾ ആ വംശാവലിക്കകത്ത് സ്ത്രീകളുടെ പേര് പറയുന്നു. ഒന്ന് പറയുന്നത് യഹൂദ താമാരിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു എന്ന് പറയുന്നു. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ ശൽമോൻ രഹബില് ബോവസിനെ ജനിപ്പിച്ചു എന്ന് കാണും. പിന്നെ ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശായി ജനിപ്പിച്ചു, ഇശായി ദാവീദിനെ ജനിപ്പിച്ചു, ദാവീദ് ഊരിയാവിന്റെ ഭാര്യയായിരുന്നവരിൽ ശലോമനെ ജനിപ്പിച്ചു. അങ്ങനെയാണ് ആ വംശാവലി പോകുന്നത്. പൊതുവെ ഈ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇപ്പോഴൊക്കെയാണ് ഈ ഫെമിനിസം ഒക്കെ ഉണ്ടാകുന്നത്. ഫെമിനിസ്റ്റ് ചിന്തകളും പെണ്ണെഴുത്തുകളും എന്നൊക്കെ പറയുന്നത്. അതൊക്കെ വരുന്നതിന് മുമ്പ് ഹിസ്റ്ററി ഈസ് നത്തിങ് ബട്ട് സ്റ്റോറി ഓഫ് ഹിം. അവന്റെ കഥയാണ് എപ്പോഴും ചരിത്രം. ഇപ്പോഴും കല്യാണം കഴിയുമ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് I present the newly married couple Miss and Mr. അച്ഛൻ്റെ പേരേ ഉള്ളൂ. അവൾ അതിനകത്തുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഇന്ന് പോലും വളരെ അപൂർവമായിട്ടാണ് മിസ്സസ് പേരൊക്കെ പറയുക. മറ്റേ മിസ്സസ് ആൻഡ് മിസ്റ്റർ എന്നൊക്കെ പറയുക. അപ്പം സ്റ്റോറി എപ്പോഴും അവന്റെ ചരിത്രം. പക്ഷെ ഇവിടെ അതും അന്നത്തെ കാലഘട്ടത്തില് സ്ത്രീയായിട്ട് ജനിപ്പിച്ചില്ല, നായായിട്ട് ജനിപ്പിച്ചില്ല, വിജാതീയനായിട്ട് ഒരു ജെൻഡയിലായിട്ട് ജനിപ്പിച്ചില്ല. ഇതിന് നന്ദി പറയുന്ന ഒരു സമൂഹമുണ്ട് യഹൂദ സംസ്കാരം. ഭയങ്കര മെയിൽ ഷോവനിസ്റ്റിക് പാട്രിയാർട്ടിക്കൽ കമ്മ്യൂണിറ്റി ആയിരുന്നു യഹൂദൻ. ഭയങ്കര മെയിൽ ഷോവനിസം ഉള്ളവരായിരുന്നു. പൗലോസിന്റെ ലേഖനയിൽ പോലും ചിലപ്പോഴൊക്കെ ആ മെയിൽ ഷോവനിസം വരുമോ എന്ന് സംശയിക്കുന്ന ഫെമിനിസ്റ്റ് തിയോളജിയൻസ് ഉണ്ട്. സ്ത്രീകൾ സഭയിൽ ഉണ്ടായിരിക്കട്ടെ എന്നൊക്കെ പറയും. ആശയത്തിലൊന്നും അല്ല അതിനെ വ്യാഖ്യാനിക്കപ്പെടേണ്ടതുള്ളത് മറ്റൊരു സത്യം. എങ്കിൽ പോലും മെയിൽ ഷോവനിസ്റ്റിക് ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. അപ്പൊ അവിടെയാണ് ഈ വംശാവലിയുടെ പ്രാധാന്യം ശ്രദ്ധിക്കേണ്ടത്. ആ കമ്മ്യൂണിറ്റിയുടെ ഈ കൾച്ചർ ബൗണ്ട് ആയിരിക്കില്ല എല്ലാവരും. നമ്മുടെയൊക്കെ പേട്രിയാർക്കൽ വഴിയാണ് നമ്മുടെ സ്വത്തൊക്കെ വരിക. ചില കമ്മ്യൂണിറ്റികളും അമ്മ വഴിയാണ് വരിക. പണ്ട് നമ്മുടെ നായർ തറവാടുകളൊക്കെ മരുമക്കത്തായമായിരുന്നു, നമുക്ക് മക്കത്തായമായിരുന്നു. അപ്പൊ ഇതെല്ലാം ഒരു സമൂഹ കൾച്ചറാണ്. അപ്പൊ ഈ സംസ്കാരത്തിനകത്താണ് ഈ സ്ത്രീകളുടെ പേര് വരിക. ആ 3 സ്ത്രീകളും ആരാ നോക്കുക. ഒന്ന് താമാറാണ്. താമാർ ആരാണ്? യഹൂദയ്ക്കൊക്കെ ഇങ്ങനെ കൊടുക്കും. കുഞ്ഞിന് അവന്റെ മകൻ മരിച്ചുപോയി കഴിഞ്ഞിട്ട് അവൾക്ക് മക്കളില്ല താമറിന്. അപ്പൊ സഹോദരന്റെ പേര് നിലനിർത്താൻ വേണ്ടി സഹോദരൻ വന്നിട്ട് അവളിൽ മക്കളെ കൊടുക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. അതിന് ദേവര ധർമ്മം എന്നാ പറയും. എന്തിനാ? മക്കളിലൂടെയാണ് ഓർമ്മ നിലനിർത്തപ്പെടുക. അപ്പൊ സഹോദരന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി അവന് വേണ്ടി മക്കളെ സമ്മാനിക്കുന്ന ഒരു ധർമ്മമുണ്ട്. ധർമ്മത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അതുപോലും ഈ സ്ത്രീക്ക് ഒത്തില്ല. അതുകൊണ്ട് നീ എന്നൊക്കെ വിധവയായിട്ടൊക്കെ പാർത്തോളാൻ പറഞ്ഞു. വിധവയായിട്ട് പാർത്തോളാൻ പറഞ്ഞപ്പോൾ അവിടെ മനസ്സത് അനുവദിച്ചില്ല. അതുകൊണ്ട് അവസാനം അല്പം ഒരു കൗശല്യമൊക്കെ പ്രയോഗിച്ച് അമ്മായിപ്പനിൽ നിന്ന് ഗർഭം ധരിച്ച ഒരുവൾ, അവളാണ് താമർ. താമർ പാരസിനെ ജനിപ്പിച്ചു എന്ന് കാണുക. ആ ചരിത്രം വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. ഇവളെന്റെ വല്യമ്മയാണ്. രണ്ടൊരാളുടെ ചരിത്രം ആരാണ്? രഹാബാണ്. ആരാ രഹബ്? യോശുവയുടെ പുസ്തകത്തിലുണ്ട്. ഇങ്ങനെ രഹബ് എന്ന വേശ്യയെ കുറിച്ച് കാണുന്നുണ്ട്, ഒറ്റുകാരെ പൊളിപ്പിച്ചത്. ആ രഹബിന്റെ ചരിത്രം അവിടെ ഉണ്ട്. അതും എന്റെ വല്യമ്മച്ചിയാണ്. മൂന്നാമത്തെ ഒരാളുടെ പേര് രൂത്താണ്. രൂത്ത് ആരാ? മോവാബി സ്ത്രീയാണ്. ആരാണ് ഈ മോവാബിയര്? ലോകത്തിന് മക്കളിൽ സ്വന്തം പെൺകുഞ്ഞുങ്ങളിലുണ്ടായ 2 ലീനേജ്, ഒന്ന് മോവാബിയരും മറ്റൊന്ന് അമ്മോന്യരും. അപ്പൊ ആ മോവാബി വംശം അപ്പനും മക്കളിലുണ്ടായ കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് തന്നെ ആ സമൂഹം ശാപം കിട്ടിയവരാണ്. 10 തലമുറ വരെയൊന്നും അവരുമായിട്ടൊന്നും ഭാഗബന്ധം പാടില്ലെന്നൊക്കെ ഉള്ള ലിഖിതമായ പ്രമാണങ്ങൾ. അപ്പൊ ഇതിന്റെ നടുവിലാണ് യേശുകർത്താവ് ഇങ്ങനെ ധീരമായിട്ട് പറയുകയാണ്, ഇവരെല്ലാം എൻ്റെ അമ്മച്ചിമാരാണ്. ഇവിടെയൊക്കെ ധ്യാനിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഹിസ്റ്ററിയൊക്കെ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ഈ നൈസായിട്ട് ഒഴിവാക്കുന്ന കുറെ കാര്യമുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ എന്താ സംഭവിക്കുക? ഹിസ്റ്ററി റീറീഡ് ചെയ്യുക. ആർക്കൊക്കെയോ യോജിക്കുന്ന തരത്തിൽ ഹിസ്റ്ററിയെ രൂപപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണേ, ഹിസ്റ്ററി എന്നും അവന്റെ ചരിത്രമായിരുന്നു. അവിടെ എന്നും ഒഴിവാക്കപ്പെട്ടത് മുറിവിന്റെ ചരിത്രങ്ങളായിരുന്നു. നമുക്ക് തന്നെ അറിയാം, കുടുംബചരിത്രമൊക്കെ എഴുതുമ്പോൾ പിന്നെ വല്ലാത്തവരും കുടിച്ചവരും സമൂഹത്തിൽ പേരുദോഷമൊക്കെ ചോദിച്ചവരൊക്കെ സൂത്രത്തിലങ്ങ് ഒഴിവാക്കും. എന്നിട്ടോ വലിയ വലിയ ആൾക്കാരുടെ പേരൊക്കെ ഇങ്ങനെ മുഴപ്പിച്ചെടുക്കും. ഇതൊക്കെയാണ് എന്നും ചരിത്രങ്ങൾ. പക്ഷെ എൻ്റെ യേശുവിന്റെ പ്രത്യേകത ഒഴിവാക്കപ്പെട്ടവരെ അവന്റെ ചരിത്രത്തിന്റെ ഭാഗമാക്കി എന്നുള്ളതാണ് കർത്താവിന്റെ സ്നേഹം എന്നൊക്കെ പറയും. എന്തൊരു ധീരമായ നിലനിൽപ്പാണ്, എന്തൊരു ധീരമായ
കാൽവെപ്പ് അതൊക്കെ. എന്നും ചരിത്രങ്ങൾ ഒഴിവാക്കപ്പെട്ടവരുണ്ട്, കുടുംബത്തിൽ ഒഴിവാക്കപ്പെട്ടവരുണ്ട്. എനിക്കറിയാം എനിക്ക് എന്തുമാത്രം വ്യക്തികളുമായിട്ട് ബന്ധമുണ്ട്. സഹോദരങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് രണ്ട് പേരൊക്കെ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഒരുത്തരും ഇവിടെ നിന്ന് പോകും. കോട്ടൻ ഇങ്ങനെ വലിയ 10ാം ക്ലാസ് തോറ്റവൻ അപ്പനെ നോക്കാൻ ഇവിടെ നിർത്തും. എല്ലാവരും കൂടെ അവനെ ഇവിടെ നിർത്തുന്ന, പക്ഷെ അവനിങ്ങനെയൊക്കെ ഇവിടെ പശുവിനെയൊക്കെ വളർത്തി ജീവിക്കും. അവസാനം കല്യാണമൊക്കെ വന്നു കഴിയുമ്പോഴേ വലിയ ഡോക്ടറൊക്കെ കെട്ടുമ്പോ ബന്ധു വീട്ടിലോട്ട് പോകുമ്പോ ഇവരെ കൊണ്ടുപോകത്തില്ല, അവരുടെ സ്റ്റാറ്റസിന് പോരാന്ന് നെഞ്ചു പൊട്ടി കരയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ തമ്പുരാൻ ഇതുപോലെ വേറെ ചില സഭയിൽ സംഭവിക്കും. പാവം പിടിച്ച മാസ്റ്റർ കുത്തി ഇരുന്ന് പ്രാർത്ഥിച്ച് പിന്നെ കല്യാണമൊക്കെ റെഡിയായി ഇവരെ അമേരിക്കയിലൊക്കെ വിട്ട് കഴിയുമ്പോൾ, അമേരിക്കയിൽ നിന്നൊക്കെ കല്യാണമൊക്കെ വന്ന് കഴിയുമ്പോൾ, അല്ല ജർമ്മനിയിൽ നിന്നൊക്കെ കല്യാണം ഇവരൊക്കെ ചെയ്യത്തില്ല, അതെനിക്കറിയാം, അത് വേറെ കാര്യം. ജർമ്മനിയിൽ നിന്നൊക്കെ കല്യാണമൊക്കെ വന്നു കഴിയുമ്പോൾ പാസ്റ്റർക്ക് സ്റ്റാൻഡേർഡ് പോരാത്തതുകൊണ്ട് വലിയ കൂടിയ ഭാഷയെ കൊണ്ട്, പക്ഷേ ഈ കൂടിയ ഭാഷ പിന്നെ ഇവരെ തിരിഞ്ഞു പോലും നോക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. അതിന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരൊറ്റ വ്യക്തിയുണ്ട്, ഒരു വ്യക്തി മനസ്സിൽ ഇങ്ങനെ ഇരിക്കുക. അവൻ അമേരിക്കയിൽ നിന്ന് വന്ന് കല്യാണം കഴിക്കുക. അവന്റെ പാസ്റ്റർക്ക് ഒന്ന് പറഞ്ഞാൽ 3ആയിട്ട് തിരിയത്തുള്ളൂ, വിക്കാണ്, ഭയങ്കര വിക്കാണ്. അപ്പൊ അന്നേരം അവിടെ കൂടി എല്ലാവരും പറഞ്ഞു, വലിയ ആൾക്കാരെല്ലാം വരുന്ന നാണക്കേടായതുകൊണ്ട് ഈ പാസ്റ്ററെ നമുക്ക് വേണോ, പുള്ളിക്ക് ഒന്ന് പൊപ്പാന്ന് പറഞ്ഞാൽ 3ആയിട്ട് ഒത്തിരി നേരം എടുക്കും. അതൊരു വാക്ക് പറഞ്ഞ് ഫലിപ്പിക്കണമെങ്കിൽ. ആ ചെറുപ്പക്കാരൻ ദാർഢ്യത്തോടെ അല്പം അഭിമാനത്തോളം പറഞ്ഞു, എന്റെ പാസ്റ്ററെ ഒഴിവാക്കി എനിക്ക് വേറൊരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, വേറെ ഒരാളും വരണ്ട. അപ്പൊ പക്ഷെ എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒഴിവാക്കപ്പെട്ടവനെ ചേർത്ത് പിടിക്കുന്ന ചരിത്രത്തിന്റെ ഭാഗമാക്കിയതാണ് ക്രിസ്മസ്. ആരെല്ലാം എവിടെല്ലാം ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം ഇങ്ങനെ ജീവിതത്തിന്റെ എന്റെ ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് നെഞ്ചു തുറന്ന് പ്രസ്താവിക്കാൻ കഴിയുള്ള ഒരു ജഡാവതാരം എടുത്ത, മനുഷ്യാവതാരം എടുത്ത ക്രിസ്തുയേശുവിന്റെ തിരുനാളാണ് ഇന്ന് മനുഷ്യർ ആഘോഷിക്കുന്നത്. ഒഴിവാക്കവരെ അവന്റെ ചരിത്രത്തിന്റെ ഭാഗമാക്കിയ ക്രിസ്മസ്. അതല്ലേ ഞാൻ ആ ക്രിസ്മസ് എന്നുള്ള ആശയം പറയുക കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ആ ദിവസം 25 എന്നുള്ള ദിവസമല്ല പറയാം, ആ സന്ദേശം മാത്രമാണ് പറയുന്നത്. പിന്നെ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഈസ്റ്ററിന് ക്രിസ്മസ് പ്രസംഗിച്ച ഒരു അനുചിത്വം തോന്നത്തില്ലേ, അതുകൊണ്ടൊക്കെ തന്നെ അതിനെ ആ നിലയെ കണ്ടാൽ മതി. ഞാൻ നേരെ ധ്യാനിച്ച ഒരു കാര്യമാണ് കർത്താവെ എന്ന് ഒഴിവാക്കുക. എന്നിട്ട് വേദപുസ്തകത്തിന്റെ ചരിത്രം മുഴുവൻ നിങ്ങളിങ്ങനെ പരിശോധിച്ചു. അടുത്തോട്ടൊക്കെ വരുമ്പോൾ കാണുന്നു ഊരിയാവിന്റെ ഭാര്യ ആയിരുന്നവൾ. എന്തുകൊണ്ടാ? ഭർത്തൃനായ പ്രമാണത്താൽ ഭാര്യ ഭർത്താവിനോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഭർത്താവ് മരിച്ചാലല്ലാതെ അവർക്ക് ഒഴിവില്ല. ഊരിയാവ് മരിക്കുന്നതിന് മുമ്പാണ് ദാവീദിൽ കുഞ്ഞുണ്ടാകുക. അതുകൊണ്ടാണ് ഊരിയാവിൽ ഭാര്യ ആയിരുന്നവൾ. അപ്പൊ അത്രമാത്രം തകർക്കപ്പെട്ട, അല്ലെങ്കിൽ പറയാൻ കൊള്ളാത്ത വ്യക്തികളെ പോലും എന്റെ അമ്മച്ചിയാണെന്ന് പറയാനുള്ള ആ ഒരു ധിഷണത, ആ ഒരു ചങ്കൂറ്റം, അതല്ലേ ജഡാവതാരം കാണിക്കുക. എന്താണ്? ഒഴിവാക്കിയവരെ എന്റെ ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ കഴിയും. എനിക്ക് ആ ഭാവമൊക്കെ ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ അവിടെ ഒഴിവാക്കപ്പെട്ടവരാ. ഒരു രഹമൊക്കെ വേശ്യ അല്ലെങ്കിൽ ഗണിക പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ഒക്കെ തലത്തിരിക്കുന്നവരാ. താമറു ഏതാണ്ട് അതൊക്കെ തന്നെയാണ്, രഹാബും അതൊക്കെ തന്നെയാണ്. ഇനിയും പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ദാവീദ് ബത്ശേബ ഇത് അതൊക്കെ തന്നെയാണ്. പക്ഷെ യോഹന്നാൻ 8 ഇങ്ങനെ ഒരു അഡൾട്ടറി പിടിക്കപ്പെട്ട, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവരുന്നു. ഒരുപക്ഷെ നമ്മുടെ ഈ നാടിന്റെ ഇന്നിപ്പോ ആ നിയമമൊക്കെ മാറി. ഞാൻ എന്റെ കണ്ണിനെ കണ്ടിട്ടുണ്ട്. ആ ഭാഗം പറയുന്നത് മനുഷ്യനും തോന്നുന്നുണ്ട്. എന്റെ കണ്ണിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പിടിക്കപ്പെട്ട സ്ത്രീയോ വ്യക്തികളെ പീഡനത്തിനിരയായവരൊക്കെ കൊണ്ടുവരുന്ന തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവരുമ്പോ പോലീസ് ജീപ്പിലൊക്കെ കയറുമ്പോ ഇവര് പെട്ടെന്ന് ഷാള് കൊണ്ടോ എന്തെങ്കിലും തല കുനിക്കും, എന്നിട്ട് കുനിഞ്ഞിരിക്കും. അപ്പൊ ഈ ആമ്പിള്ളേരൊക്കെ വന്നിട്ട് പറയും, ഇടി നേരെ നോക്കട്ടെ, നിന്നെ ഞങ്ങളൊന്ന് കാണണ്ടെന്നൊക്കെ പറയും. കാരണം ഇവർക്കൊരു ഒരു ക്രൂവൽറ്റി എപ്പോഴും മനുഷ്യന്റെ അകത്തുണ്ടല്ലോ. ഇവരിങ്ങനെ കുനിഞ്ഞിരിക്കും. അങ്ങനെ ഒരു സ്ത്രീയെ യേശുവിന്റെ അടുക്ക കൊണ്ടുവന്ന് അവള് അപമാനഭാരം കൊണ്ട് കുനിഞ്ഞിരിക്കുക, മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ വയ്യ. പക്ഷെ എനിക്ക് അവിടെ 2 വട്ടം യേശു ചെയ്തൊരു കാര്യം എഴുതിയിട്ടുണ്ട്. അവൻ കുനിഞ്ഞു, നിലം വരെ കുനിഞ്ഞു. എന്തിനാ? ഈ കുനിഞ്ഞ സ്ത്രീയെ നേരെ നിർത്താൻ വേണ്ടി അവൻ ഇങ്ങനെ കുനിയുക. എന്നും കുനിയുന്നവരെ നിവർത്താൻ വേണ്ടി കുനിഞ്ഞിരിക്കുന്നു. അവൻ അപമാനം കൊണ്ട് കുനിഞ്ഞിരിക്കുക, അവളെ നിവർത്താൻ ഇങ്ങനെ അവൻ കുനിയുക. എന്നിട്ട് അവൻ എഴുതി. എല്ലാരും പോയി. അവസാനം അവൾ നേരെ നോക്കി, 2 പേരും നോക്കി. അപ്പൊ അവർക്ക് മനസ്സിലായി അവൾ ഒത്തിരി നാളുണ്ട് ഒരാളുടെ മുഖത്ത് നോക്കുക. അപമാനഭാരമില്ലാതെ മുഖത്ത് നോക്കാൻ കഴിഞ്ഞത് ഇവന്റെ മുഖത്താ. എന്താ കാര്യം? പലതും കൊണ്ട് അപമാനിക്കപ്പെടുക. കുടിയനായ അപ്പന്റെ മക്കള് അതിന്റെ പേരിൽ അപമാനിക്കപ്പെടും. ഞാൻ അടുത്ത് കണ്ടിട്ടുണ്ട്. നല്ല ഫംഗ്ഷനൊക്കെ നിൽക്കുമ്പോഴാണ്, വലിയ സന്തോഷമായിട്ട് നിൽക്കുമ്പോൾ തുണിയില്ലാതെ അപ്പം കയറി വരും. ആ കുഞ്ഞുങ്ങൾ അവിടെ ഇങ്ങനെ തല താഴ്ത്തപ്പെടുക, ആ അമ്മ ഭാര്യ അവിടെ തല താഴ്ത്തപ്പെടുക. എത്രയോ സ്ഥലത്ത് സംഭവിച്ചിട്ടുണ്ട്, എത്രയോ ഇടത്ത് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ അപവാദങ്ങളിൽ പെട്ടുപോകുക. നല്ല മനുഷ്യരായിരിക്കും ചിലപ്പോൾ മക്കളാൽ അപമാനിക്കപ്പെടും. പക്ഷെ എനിക്കൊരു കർത്താവിനെ അറിയാം. എല്ലാ കുനിഞ്ഞവരും കുനിയുമ്പോൾ അവർക്ക് മുമ്പായിട്ടൊക്കെ ഇങ്ങനെ കുനിയുന്നവര്. അവൻ 2 വട്ടം അവിടെ കുനിഞ്ഞു യേശു. എന്താ പ്രിയരെ അവിടെ കാണിക്കുക? അത് കാണിച്ചു തരുന്നത് എല്ലാ കുനിയുന്നവരുടെ കൂടെ കുനിയാനായിട്ടൊരു കർത്താവുണ്ട്. അവൻ എല്ലാ കുനിഞ്ഞവരെയും നിവർത്തുന്ന ദൈവമാണ്.
അങ്ങനെ കർത്താവ് തിരുപ്പിറവി എടുക്കുകയാണ്. എവിടെയാ തിരുപ്പിറവി എടുത്തത്? കർത്താവ് ബേത്ലഹേമില് ഒരു കൊച്ചു കുടുംബത്തിലേക്കാണ് നമ്മൾ കാണുന്നത്. നസറത്തിലെ ഒരു കൊച്ചു കുടുംബത്തില്. ആ കുടുംബത്തിന്റെ പേര് ജോസഫ് മറിയത്തിന്റെ കുടുംബങ്ങളാണ്. അപ്പൊ നമുക്ക് ആ കുടുംബത്തെ ഒന്ന് ധ്യാനിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം കേട്ടോ. ആ കുടുംബത്തെ എന്തുകൊണ്ടാണ് കർത്താവ് തിരുപ്പിറവി എടുക്കുകയാണ്. അപ്പൊ തിരുപ്പിറവിക്ക് ഒത്തിരി കാര്യങ്ങൾ അവിടെ കാണുവാനായിട്ടുണ്ട്. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു എന്ന് കാണുകയാണ്. യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. എന്താ കാര്യം? അവന്റെ അമ്മയായ മറിയം ജോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവര് കൂടി വിവാഹം നിശ്ചയത്തിന് ശേഷം ഗർഭിണിയായെന്ന് കണ്ടപ്പോൾ അവിടെ ഭർത്താവ് ജോസഫ് നീതിമാനാകൊണ്ടും അവളേക്ക് ലോകാപവാദം വരുത്താതിരിക്കേണ്ടതിന് വേണ്ടി ഗൂഢമായിട്ട് ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. ഗൂഢമായിട്ട് ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുക. എന്തുകൊണ്ടാണ്? അവൾക്ക് ലോകാപവാദം വരുത്താതിരിക്കുക. എനിക്ക് ജോസഫ് എന്ന മനുഷ്യൻ അധികം സംസാരിച്ചതായിട്ട് വേദപുസ്തകത്തിലില്ല. ഉണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ജോസഫ് സെഡ് സോ, ജോസഫ് ഇങ്ങനെ പറഞ്ഞു എന്നൊരു വാക്ക് കാണിക്കാം. ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. കാര്യമായ ഒരു വാക്കുകളൊന്നുമില്ല. പക്ഷെ സ്വർഗം അവനൊരു പട്ടം കൊടുത്തു ജോസഫിന്. നീതിമാനാണ്. എന്താ അവന്റെ നീതിമാൻ എന്ന പട്ടത്തിന്റെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നീതിമാനാണെന്നുള്ള പട്ടം കൊടുക്കാൻ കാര്യം ഒറ്റ കാര്യമാണ്, തന്റെ ഭാര്യയ്ക്ക് ലോകാപവാദം വരുത്തില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഗർഭത്തിനും കല്യാണത്തിന് മുമ്പ് സ്ത്രീ ഗർഭവതിയായി എന്ത് സംഭവിക്കണം? യോഹന്നാൻ 8 ഞാൻ പറഞ്ഞ ഭാഗം അതാണ് ഞാനത് പറഞ്ഞത്. അവളെ കൊണ്ടുവന്നിട്ട് കല്ലെറിഞ്ഞ് കൊല്ലണം. ഈ സ്ത്രീ ഗർഭവതിയാന്ന് അറിഞ്ഞാൽ നിർദ്ദാക്ഷിണം. പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായെന്നുള്ളതൊന്നും അവർക്ക് സ്വീകാര്യമല്ല. അവരവളെ, നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അങ്ങനെ ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് എന്താണ്? ഈ വലിയ ബ്രാഹ്മണ സദസ്സുകളിലൊക്കെ ഇങ്ങനെ കൂടിയിരുന്നിട്ട് സ്മാർത്ഥ വിചാരം നടത്തുമായിരുന്നു. ആരാണ് ഈ ഗർഭത്തിന്റെ ഉത്തരവാദി? എന്നിട്ട് പടിയടച്ച് പിണ്ണം വെച്ച ചരിത്രങ്ങൾ മലയാളക്കരയിലുണ്ട്. ബ്രാഹ്മണ തറവാടുകളിൽ നിന്ന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരും പറയാതിരിക്കുമ്പോൾ അവരെ പടിയടച്ച് പിണ്ണം വെക്കും. എന്താ കാര്യം? എന്നിട്ട് അവിടെ മുമ്പിൽ ഇല്ലത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുമ്പോൾ പാപ സ്ത്രീ ഭാണ്ഡക്കെട്ടുമായിട്ട് നടന്നു പോവുകയാണ്. അവിടെ മരണാനന്തര പ്രക്രിയ അവിടെ നടക്കുക. ഭാരത പാരമ്പര്യത്തിൽ കേരളത്തിൽ അത് ഉണ്ടായിരുന്നു. അപ്പൊ ആ യഹൂദ പാരമ്പര്യത്തിൽ കല്ലെറിഞ്ഞ് കൊല്ലുമായിരുന്നു. ജോസഫിനറിയാം ഈ സ്ത്രീക്ക് അങ്ങനെ ഒരു സംഭവിച്ചാൽ ന്യായപ്രമാണ പ്രകാരം അവിടെ എല്ലാവരും കൂടെ കൂടി കല്ലെറിഞ്ഞ് കൊല്ലും. പക്ഷെ ജോസഫ് തീരുമാനിച്ചൊരു കാര്യമുണ്ട്. എനിക്ക് വിവാഹം നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിക്ക് ഒരു അപമാനം വരാൻ പാടില്ല. ചുരുക്കത്തിൽ അവിടെ കുറ്റം ആരും അറിയരുതെന്ന് ആഗ്രഹിച്ച ഒരു അപ്പന്റെ വീട്ടിലാണ് യേശു ജനിച്ചത്. എല്ലാവരും ഓർത്തോണേ, ഒരു ഭാര്യയുടെ കുറ്റം ആരും അറിയരുതെന്ന് ആഗ്രഹിച്ച ഒരു വീട്ടിൽ യേശു വന്നു. ആ ഭർത്താവിന് ഈ ദൈവം ഒരു പട്ടം കൊടുത്തു. ഇവൻ നീതിമാനാണ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നാട്ടുകാർ വിളിച്ച് പറയുന്നവരെ അനീതിയാണെന്നാണ് ദൈവം വിളിക്കുക. അവൻ നീതിമാനല്ല. സ്വന്തം ഭാര്യയുടെ കുറ്റം ആരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവ്. അതാണ് ജോസഫ്. ആ വീട്ടിലെ യേശു വന്നേ. കുറവുകളില്ലാത്ത ഒരു മനുഷ്യന്റെ പേര് പറയാം. കുറവുകളില്ലാത്ത ഒറ്റ മനുഷ്യന്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാം? കുറവുകളില്ലാത്ത ഒരു മനുഷ്യന്റെ പേര് പറയാം? ഒറ്റ മനുഷ്യനില്ല. ഉണ്ടോ? നമുക്കോർക്കാം അത് നല്ല ആഗ്രഹം. ഞാൻ സാധാരണ ഈ കുടുംബവേദിയിലൊക്കെ ഞാൻ ഈ തിരുപ്പിറവിയുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ പങ്കുവയ്ക്കുക. എന്തുകൊണ്ടാണ് ആ കുടുംബത്തെ തെരഞ്ഞെടുത്തത്? തിരുപ്പിറവിയല്ലേ, ക്രിസ്മസ് അല്ലേ? അപ്പൊ നമുക്കൊരു ധാരണയുണ്ട്, അത് നല്ലതായിരിക്കും, ഇത് നല്ലതായിരിക്കും. ഞാൻ സാധാരണ കൊണ്ടൊക്കെ പറയുന്ന ഒരു ധാരണയുണ്ട്. പക്ഷെ സത്യം കേട്ടോ, സത്യമായിട്ട് നടന്ന കാര്യം. ഞാൻ ഈ സത്യം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു തുണ്ടിയിലെ കുഞ്ഞോളച്ചമ്മയുണ്ട്. ഷായിച്ചാൽ അറിയാം. ഒച്ചമ്മയുണ്ടെന്ന് പറഞ്ഞ് പൊന്നു മോനെ നീ സത്യമായിട്ടൊന്നും പറയില്ല, കാരണം നീ സത്യമേ പറയാവൂ, എടുത്തു പറയേണ്ട കാര്യമില്ല, ഉദ്ദേശിച്ച് സത്യം പറഞ്ഞാൽ മതി. എന്നാലും നമ്മൾ മനുഷ്യരല്ലേ, ഇച്ചിരി പ്രസംഗത്തിലൊക്കെ ഒരു കഥകളൊക്കെ വരും. കഥ ഞാൻ കഥയാന്ന് തന്നെ പറയാം. പക്ഷെ ഇത് കഥയല്ല, നടന്ന കാര്യമാണ്. ഒന്നുമില്ല, നമുക്കുള്ളതിന്റെ കുറ്റം ആരോടും പറയും. കുറ്റമില്ലാത്ത ആരാണ്? കുറ്റമില്ലാത്ത ഒരു മനുഷ്യൻ ലോകത്തിൽ ഉണ്ടോ? ഒറ്റ മനുഷ്യൻ ലോകത്തിൽ. പക്ഷേ നമുക്ക് ദൈവം തരുന്ന ഒരു കോംപ്ലിമെന്റിങ് നേച്ചറായിട്ട് ഉണ്ട്. അവിടെയൊക്കെയാണ് ഈ വലിയ ഒരു ദൈവപ്രതി. എൻ്റെ അപ്പനാണെങ്കിൽ മൂക്കലായിരുന്നു ചാട്ടി, മൂക്കിന്റെ അറ്റത്ത് ചാട്ടിയ. എൻ്റെ അമ്മയുടെ ജോലി എന്ന് പറഞ്ഞാൽ പപ്പ പണക്കി വിടുന്ന വിശ്വാസിയുടെ കാലെ പിടിക്കുക എന്നുള്ളതാണ്. അമ്മ കാലെ പിടിച്ചോണ്ട് വരും, അപ്പ ചീത്ത വിളിച്ചു. രണ്ടും കൂടി ഇങ്ങനെ ബാലൻസ് ചെയ്യാറ്. അപ്പൊ എന്തിനാണ് ഇതെല്ലാം അങ്ങനെയൊക്കെയാണ്. ഒരാളുടെ ദേഷ്യം, ഒരാളുടെ കുറവ്, ഒരാളുടെ ശാഠ്യം, ഒരാളുടെ വിട്ടുവീഴ്ച, ഇതെല്ലാം കൂടെ ആകുമ്പോഴാണ് ദൈവം ഇങ്ങനെ എല്ലാവരെയും കോംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ നോക്കൂ, അവിടെ കുറവ് ആരും അറിയരുതെന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യന് ദൈവം കൊടുത്ത ഒരു പട്ടം നീതിമാനാണ്. എന്നെ ശ്രദ്ധിക്കുന്ന മക്കളെ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, സ്വന്തം ജീവിത പങ്കാളിയുടെ ഒരു കുറ്റവും ആരോടും പറയാൻ പാടില്ലെന്ന് പഠിപ്പിക്കുന്ന ഒരു കുടുംബമുണ്ട്, ജോസഫിന്റെ കുടുംബം. കുറവൊക്കെ ഉണ്ട്. കുറവില്ലാത്ത ആരാ? കുറവുകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കാൻ കഴിയണം. അതൊക്കെയാണ് അതിന്റെ ഒരു സരസം എന്നൊക്കെ പറയും.
ഈ തമാശയാന്ന് പറഞ്ഞ തമാശയല്ലേ, നടന്നൊരു സംഭവമുണ്ട്. ഈ എല്ലാം അടുക്കി വെക്കുന്ന ചിട്ടയുള്ള ഒരു ഭർത്താവുണ്ട്. ഈ ചിട്ടയുള്ള ഭർത്താക്കന്മാരെ നോക്കണം, ചിട്ടയില്ലാത്ത ഭാര്യയായിരിക്കും. ഈ ചിട്ടയുള്ള പെണ്ണുങ്ങളെ നോക്കണം, ചിട്ടയില്ലാത്ത ഭർത്താവിനെ കിട്ടുന്നത്. ഭയങ്കരമായിട്ട് അടുക്കി 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 വെക്കുന്ന ഭാര്യയുടെ ഭർത്താവ് അതുവഴി വലിച്ചെറിയ ഇതുവഴി വലിച്ചെറിയ, അവർക്കുണ്ടാകുന്ന മക്കളും ഇങ്ങനെയൊക്കെയായിരിക്കും. ഇവർക്ക് പുറകെ നടന്ന് അടുക്കാനേ നേരെ കാണത്തുള്ളൂ. അത് തമ്മിലെ ഒരു പ്രശ്നം. രണ്ടും കൂടെ വലിച്ചിറങ്ങാൻ തുടങ്ങിയാൽ എന്തോ ചെയ്യും? പിന്നെ ആ വീട്ടിലോട്ട് ആർക്കെങ്കിലും കയറാൻ നോക്കും, പഴന്തുണി മുഴുവൻ റോഡിൽ കിടക്കത്തില്ല. ഒരാൾ അടുക്കി വെക്കുന്നവളോ ഒരാള് ഇത് അങ്ങനെയൊക്കെയല്ലേ സംഭവമല്ലേ, അതല്ല ജീവിതം എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ചിരിക്കേണ്ട. പണ്ടൊരു ഭാര്യ ഭർത്താവ് എല്ലാം അടുക്കി വെക്കാൻ പറയും. ഈ ഭാര്യ എന്ത് ചെയ്യും? തുണിയെല്ലാം കൂടെ കൂട്ടി കട്ടിലോട്ട് ചുരുട്ടി വെക്കും. എന്നിട്ട് കിടക്കാൻ നേരത്ത് തെള്ളി അങ്ങോട്ട്. അതാ പറയാ, അങ്ങനല്ല, നമ്മൾ തുണി അടുക്കി. നിങ്ങളുടെ അവിടുത്തെ പോലെ ഈ അവിടുത്തെ പുറകെ എല്ലായിടത്തും ക്ലോസറ്റ് പോലെ ഇങ്ങനെ തൂക്കി തൂക്കി, ഇവിടെ അങ്ങനെയൊന്നുമില്ല, അലമാരിയല്ലേ. ഇപ്പോഴൊക്കെ അതൊക്കെ ആയി വരും. അപ്പൊ ഈ അലമാരിക്കകത്തോട്ട് അടുക്കി വെക്കണം. എവിടെയൊക്കെ ഒരു ദിവസം എന്നും വഴക്ക് പറയും. ഒരു ദിവസം വന്നപ്പോ ഒറ്റ തുണിയില്ല. അതിന് സന്തോഷമായി. അവള് മാനസാന്തരപ്പെട്ടില്ല. കെട്ടിപ്പിടിച്ച് രൂപയൊക്കെ കൊടുത്തു. നീ നല്ല മുത്തല്ലേ, ഇത്രയൊക്കെ മാനസാന്തരപ്പെട്ടു, നല്ല കാര്യം. ഏതാണ്ട് പറയാൻ വേണ്ടി ഇയാൾ അലമാര തുറക്കെ മുഴുവൻ തുണിയും കൂടെ താക്കോട്ട് ഇവൾ അടിക്കൊന്നുമില്ല, ചൂട്ടിക്കൂട്ടി ഇത് അലമാരിക്കകത്ത് വെച്ചേക്കാം. തുറന്നപ്പോ അതെല്ലാം കൂടെ. ഇത് കണ്ടുകൊണ്ട് ചിരിക്കണമെങ്കിൽ, ഇതൊക്കെ കണ്ടുകൊണ്ട് ചിരിക്കണമെങ്കിൽ ഈ ജോസഫ് ഇതെല്ലാം കണ്ടിട്ട് ചിരിക്കും. അപ്പൊ ജോസഫ് നീതിമാനാണ്. രണ്ട്, മറിയം. എന്തുകൊണ്ടാണ് മറിയത്തിന്റെ അടുക്കല് കർത്താവ് വന്നത്? കാര്യമുണ്ട് പ്രിയരെ. മറിയത്തിന്റെ വയറ്റിൽ എന്തിനാ ജനിക്കുക? എന്തൊരു സാഹചര്യമാണ് സാർ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏത് മനുഷ്യനും ഒരു ബർത്ത് റൈറ്റ് ഉണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പം പിന്നെ നിങ്ങളുടെ ഒരു വെസ്റ്റേൺ സിറ്റുവേഷൻ, അവിടെ കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യത്യസ്തമായി. പക്ഷെ ഇവിടൊക്കെ പിന്നെ ഇവിടുന്നൊക്കെ പോയതല്ലേ, ഇവിടുന്ന് മക്കളൊക്കെ അറിയാം. ഗർഭവതിയൊക്കെ ആകുമ്പോൾ സ്ത്രീകള് ഇപ്പൊ അങ്ങനെ ഇല്ല, മിക്കവരും പാൻറ്റൊക്കെയാണ്. എൻ്റെ അടുക്ക് എന്ത് സൗകര്യമാര് വരുന്നറിയാം. എന്തിനാണെന്നറിയാമോ? ഒരു 6 മാസം മുമ്പേ ബുക്ക് ചെയ്യും. പക്ഷേ കീറുന്ന മുണ്ടെല്ലാം ഇങ്ങനെ അന്നേക്കണേ, കളയല്ലേ. കീറുന്ന മുണ്ടെല്ലാം മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്, പഴയ മുണ്ടല്ല. എന്താണെന്നറിയാമോ? പ്രസവം ആകുമ്പോഴത്തേന് ഇങ്ങനെ അടുക്കി 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 മുണ്ടെല്ലാം പോകും. കണ്ടിട്ടില്ലേ? പഴയ തുണിയെല്ലാം എടുത്തു നമ്മുടെ വീടുകളിൽ നിന്നെല്ലാം അത് കൊണ്ടുപോയിട്ട് കാലത്തിൽ മുക്കി അലക്കി ഉണക്കി വെയിലത്തിട്ട് നല്ലപോലെ ഉണക്കി തേച്ച് അമ്മമാരിങ്ങനെ അടുക്കി വെക്കും. ഒരുക്കം തുടങ്ങും. ഒരു തുണിയുടെ കാര്യത്തിലാണെങ്കിലും ഒരു പൗഡറിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഇങ്ങനെ ഒരുക്കി വെക്കും. ഈ പിന്നെ പ്രത്യേകം ഓർത്തോണെ, പ്രസവത്തിന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, മേനാന്തോട്ട ഹോസ്പിറ്റൽ ഉള്ളപ്പോൾ ഒരാളവിടെ പ്രസവിച്ചു. പക്ഷെ പൈസ കൊടുക്കാനില്ല. അപ്പൊ അവരോട് പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ നടന്നിൽ വെക്കാൻ പോയി. അപ്പൊ ഞാൻ ഡോക്ടറെ ചെന്നിട്ട് കണ്ടിട്ട് പറഞ്ഞു, ഒറ്റ ആഴ്ചത്തിന് എന്തിനാന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു, അറ്റാക്ക് ആയിരുന്നു ഞാൻ തരായിരുന്നു, പെട്ടെന്നല്ലേ. ഒരു 10 മാസമായിട്ട് ഇവർക്ക് അറിയുമല്ലോ പ്രസവിക്കാതെ പൈസ ഉണ്ടാക്കി വെക്കണമായിരുന്നു, പ്രസവത്തിന് കടം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോൾ ശരിയാന്ന് തോന്നി. കാരണം 10 വർഷം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിച്ചു വെക്കാം. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, എല്ലാ ഒരുക്കങ്ങളോടൊക്കെയാണ് മനുഷ്യർ എല്ലാവരും കൊച്ചവരും വലിയവരും ഒക്കെ ഒരുങ്ങുക. പക്ഷെ ഇവർക്ക് എന്ത് സൗകര്യം കിട്ടിയേ? കാലിത്തൊഴുത്തില. പക്ഷെ ഞാൻ കണ്ട ഒരു പ്രത്യേകതയുണ്ട്. ഒരു ആ പരിമിതിയിൽ പിറുപിറുക്കാത്ത ഒരമ്മയുടെ വീട്ടിലാണ് യേശു. എന്ത് പിറുപിറുത്തു? എന്നെ എന്തിനാ കാലിത്തൊഴുത്തി കിടത്തിയത്? എനിക്ക് ഒന്നും വേണ്ട, ഒരു വൃത്തിയുള്ള കട്ടിലെ കൊണ്ട് കിടക്കണമെന്ന് അമ്മ പറഞ്ഞു. പരിമിതികളിൽ പിറുപിറുപ്പില്ലാത്ത വീട്ടിലെ തിരുപ്പിറവയുണ്ടാകത്തുള്ളൂ. എല്ലാ വീട്ടിലും പരിമിതികളുണ്ട്. ചിലർക്ക് സാമ്പത്തികമായിരിക്കാം, ചിലർക്ക് ഭൗതികമായിരിക്കാം, ചിലർക്ക് മറ്റെന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ പരിമിതികളിൽ പിറുപിറുക്കാത്ത വീട്ടിലാണ് യേശു ജനിച്ചത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, പരിമിതികളിൽ പിറുപിറുക്കരുത്. പരിമിതികൾ എല്ലാവർക്കും ഉണ്ട്. എവരിബഡി ഹാസ് their own limitations. പക്ഷെ അതിനകത്ത് പിറുപിറുക്കാതിരിക്കണം. ആർക്കാ പരിമിതി ഇല്ലാത്ത? അപ്പൊ അവിടെയാണ് ഈ മറിയൊക്കെ ഇങ്ങനെ സഹിച്ചു നിൽക്കുകയാണ്. പക്ഷെ അവിടെ മാട്ടിൻതൊഴുത്തിൽ പിറന്ന മാന്യസുതനെ, മാട്ടിൻതൊഴുത്തിൽ പിറന്ന മാന്യസുതനെ, ഹീനവേഷം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ, വാഴ്ത്തിടുന്നു ഞാൻ. എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനേ, മനുഷ്യവേഷം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ, മനുഷ്യവേഷം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു ഞാൻ. എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു. എന്തെങ്കിലും ഒരു പരിമിതി പിറുപിറുത്തു.
പരിമിതി പിറുപിറുപ്പില്ലാത്ത ഒരു അമ്മയുടെ വീട്ടിലാണ് യേശു ജനിച്ചത്. ആ വയറാ തിരഞ്ഞെടുത്തത്. വെറുതെ പോയിട്ട് ഒരാളെ തിരഞ്ഞെടുക്കത്തില്ല ഒരിക്കലും കർത്താവ്. 10,000 കുടുംബങ്ങളുണ്ട്. എന്തുകൊണ്ടാ യേശു ഇവരെ ചൂസ് ചെയ്ത്? പരിമിതിയിൽ പരാതിപ്പെടാത്ത ജീവിതം ഇങ്ങനെ സഹിക്കുകയാണ്. ഇന്നത്തെ പ്രശ്നങ്ങളെല്ലാം ചോദിച്ച ഈ കുടുംബത്തെ അവിടെ സഹനമാണ്. ആ അമ്മ ആ പൂർണ്ണ ഗർഭിണിയും കൊണ്ട് നടക്കാൻ പോവുക. പോകുന്ന വഴിക്കാണ് എവിടാ അങ്ങ് ലൂക്കോസ് പറയുന്നത് വേറെ വഴി നിർത്താൻ പോയി. എന്തുമാത്രം ദൂരം ഉണ്ടെന്ന് അറിയാം. പോകുന്ന വഴിക്കാ പ്രസവിച്ചത്. എവിടാ പ്രസവിച്ചേ? വഴിയമ്പലത്തിൽ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ വഴിയമ്പലത്തിലൊന്നും അല്ല, വഴിയിലെവിടെ പ്രസവിച്ചു. വഴിയമ്പലത്തിൽ സ്ഥലം കിട്ടിയില്ല. ഒരു സ്ത്രീ വഴിയിൽ പ്രസവിക്കാം. ഏത് സ്ത്രീക്കും വേണ്ട സുരക്ഷിത ബോധമുണ്ട്. പ്രസവ സമയത്ത് ആരും കാണരുത്, സുരക്ഷിതം വേണം. അതൊരു ബേസിക് നീഡാണ്. പക്ഷെ ആ നീഡ് കിട്ടിയില്ല. വഴിയിലെവിടെയോ പ്രസവിച്ചു. വഴിയമ്പലത്തിൽ സ്ഥലമില്ലെങ്കിൽ പശുത്തൊട്ടിൽ കിടത്തി. സഹിക്കുകയാണ് ജീവിതം. ഇങ്ങനെ സഹിക്കാൻ ജോസഫ് മറിയം കൂടെ ആ മനുഷ്യൻ ഇങ്ങനെ കൂടെ നിൽക്കുക. എൻ്റെ പൊന്നു പ്രിയരെ, ഈ ജീവിതം സഹനമാണ്. സഹനം ത്യാഗമാണ്. ത്യാഗം സ്നേഹമാണ്. ത്യാഗമില്ലാത്ത ഒന്നും സ്നേഹമല്ല. Now people are not ready to speak about sacrifice. ലവ് എന്നൊക്കെ പറയുന്നത് സാക്രിഫൈസ് ആണ്, ത്യാഗമാണ്. ത്യാഗമില്ലാത്ത സ്നേഹം എന്താ? കണ്ണും നിറഞ്ഞ് കണ്ടു എന്ന കുറെ കാര്യമുണ്ട്. കേരള ഹൈക്കോടതിയിലെ ജഡ്ജി ഒരു യങ് കപ്പിൾ, 2 നല്ല കൊച്ചുങ്ങൾ. പെട്ടെന്നായിരുന്നു അവർക്കത് സംഭവിച്ചത്. 3 വർഷം മുമ്പ് ഒരു സ്റ്റേജിൽ അവരെന്തോ ഫംഗ്ഷൻ വെരി ലീഡിങ് അഡ്വക്കേറ്റ്, വെരി ഫേമസ്. പക്ഷെ പെട്ടെന്ന് ഒരു വീഴ്ചയ്ക്കകത്ത് അരക്ക് തപ്പൊട്ടിങ്ങനെ തളർന്നു പോയി. പിന്നെ ഓപ്പറേഷനുകള്, പ്രശ്നങ്ങള്, കിടപ്പിലായിരുന്നു. ഇപ്പൊ ഒക്കെ കട്ടിച്ചെന്ന് എഴുന്നേറ്റൊക്കെ നടക്കും. മിക്കപ്പോഴും വിളിക്കും. അവരിങ്ങനെ ചാനലിൽ കൂടെയുള്ള പ്രഭാഷണമൊക്കെ കേട്ടിട്ട് വലിയ സന്തോഷത്തോടെ ഞങ്ങളെ കാണാം. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, അതിസൗന്ദര്യമുള്ള ചെറുപ്പക്കാരനായ ഭർത്താവ് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ വീണതിൽ പിന്നെ എൻ്റെ അച്ചാച്ചൻ ജോലിക്ക് പോയിട്ടില്ല, എന്നെ നോക്കുക, അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ആ സ്ത്രീക്ക് നടക്കണേ ഇങ്ങനെ ക്രച്ചസ് വേണം. ആ ഊന്നുവടികളുണ്ടെങ്കിൽ നടക്കാനൊക്കത്തുള്ളൂ. അവരെ വളരെ ദൂരം യാത്ര ചെയ്യും. നടക്കാൻ വയ്യാഞ്ഞിട്ട് അദ്ദേഹം അവനെ കാറയിരുത്തി വെണ്ണിക്കുളത്ത് വന്നു. റാന്നി നമ്മുടെ വീട്ടിൽ വന്നു. ഞാൻ വേറൊരിടത്ത് വെച്ച് 2-3 സ്ഥലങ്ങളിൽ ദീർഘദൂരം യാത്ര ചെയ്ത് കണ്ടു. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ആ സ്ത്രീ എഴുന്നേറ്റ് പോകുമ്പോൾ അവർക്ക് നടക്കണമെങ്കിൽ ക്രച്ചസ് വേണം. പക്ഷെ അവർക്ക് ക്രച്ചസ് ഇല്ല. ക്രച്ചസ് ഇല്ലാത്തതിന്റെ കാര്യം അവിടെ ക്രച്ചസ് അവിടെ ഭർത്താവാണ്. അവർ എഴുന്നേൽക്കണം തോന്നുമ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ വന്ന് തിരിഞ്ഞു നിൽക്കും. ആ തിരിഞ്ഞു നിൽക്കുന്ന മനുഷ്യന്റെ തോളിലോട്ട് അവർ വീണിട്ട് പെതുക്കെ ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന പോലെ ആ സ്ത്രീയെ എടുത്തുകൊണ്ട് കാറെ ഇരുത്തി അയാൾ ഒരു പരാതി ഇല്ലാതെ ഡ്രൈവ് ചെയ്ത കുഞ്ഞുങ്ങളുമായിട്ട് പോകുമ്പോൾ ഞാൻ കണ്ട ജീവിതം ത്യാഗമാണ്, സ്നേഹം ത്യാഗമാണ്. അവിടെയൊക്കെ ഇങ്ങനെ കണ്ണ് നനഞ്ഞ് നോക്കി നിൽക്കണം. ആർപ്പാടത്തോടെ അടിച്ചു പൊളിച്ച് ബീച്ചില് അടിച്ചു പൊളിക്കുന്ന മക്കളെ കണ്ട നമ്മുടെ കണ്ണ് നനയത്തില്ല. പക്ഷെ ഇതൊക്കെ കണ്ട കണ്ണ് നനയും. 3 വർഷം കഴിഞ്ഞ ദിവസം ആ സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അച്ചാച്ചൻ എനിക്ക് വേണ്ടി സഹിക്കുക വാസ, ആ മനുഷ്യൻ എനിക്ക് വേണ്ടി സഹിക്കുക. എന്താ സ്നേഹം, ത്യാഗ. ഞാൻ മറ്റൊരു കാഴ്ച കണ്ടു. കാഴ്ചനറിയാം. ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന വലിയൊരു ഒരു ബിസിനസ്സുകാരൻ, പേര് പറയുന്നില്ല, ഒരു വെർച്വൽ പ്ലാറ്റ്ഫോം ആയിരുന്നു. അത് അതിലെ പ്രശസ്തമായ ഒരു ബിസിനസ്സുകാരായിരുന്നു. ഇവരുടെ വീടിനടുത്താണ്. അവർക്കവിടെ വാർപ്പ് കെട്ടിടമുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് അന്ന് ലോറിയുണ്ട്, കാറുണ്ട്, അംബാസഡർ കാറുണ്ട്, നല്ല ബിസിനസ് ഉണ്ട്. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. അവരുടെ ഭാര്യയ്ക്ക് ഒരു അപൂർവമായ അസുഖം ഉണ്ടായി, ഞരമ്പിനെ ബാധിക്കുന്ന അസുഖം. അവരിങ്ങനെ ഇരിക്കുന്ന, നല്ല ആഹാര സുരക്ഷമുണ്ട് സ്ത്രീ, അവരിയ്ക്കുന്ന ഇരിപ്പിൽ തളർന്നു പോകും. എന്നിട്ട് ഇങ്ങനെ ഞരമ്പെല്ലാം കൂടെ ഇങ്ങനെ കൂടി വലിഞ്ഞിട്ട് വായി കൂടെ ഒക്കെ ഒരു എന്ന് പറഞ്ഞാൽ ആ ഒരു രംഗം കാണാൻ പാടാണ്. പെട്ടെന്നുണ്ടായ ദുരന്തം അവിടെ ബിസിനസിനെ തകർത്തു. ചികിത്സാ ചെലവുകൾ, വീട് വിറ്റു, വണ്ടി വിറ്റു, ബിസിനസ് എല്ലാം പോയി. 2 പെൺകുഞ്ഞുങ്ങളുമായിട്ട് അവർ ഞങ്ങളുടെ വീടിനടുത്ത് അസൈനടുത്ത് ഒരു വാടക വീട്ടിൽ താമസിക്കുക. വാടക നിരന്തരമായി ഈ ചികിത്സ എല്ലാം കൂടെ വാടക കുടിശ്ശികയൊക്കെ കൊടുക്കാൻ കഴിയാതെ വന്നപ്പോ അവിടെ അവര് വാടകക്കാർ അതിന്റെ ഹൗസ് ഓണർ വന്നിട്ട് വീട് മാറാൻ പറഞ്ഞു. കാരണം വാടക കുടിശ്ശികൾ 3-4 മാസം. അങ്ങനെ എനിക്ക് വർഷം മുമ്പ് എൻ്റെ അമ്മയ്ക്ക് രാത്രി ആ സമയത്തൊരു ദർശനം ഉണ്ടായി. കുടുംബത്തെ, അത് ഓർത്തഡോക്സുകാരാണ്. ഈ കുടുംബത്തെ കുറിച്ച് ദർശനം ഉണ്ടായിട്ട് അമ്മ വെളുപ്പിനെ ഈ വീട്ടിൽ ചെല്ലുമ്പോൾ വാടക കുടിശ്ശികക്കാരൻ കർച്ചായം പറഞ്ഞത് കൊണ്ട് അവർ വീട് മാറാൻ നിവൃത്തിയില്ലാതെ രാത്രി ആത്മഹത്യക്ക് ഒരുങ്ങിയിരിക്കുക. കാരണം അവർക്ക് വേറെ പോകാൻ സ്ഥലമില്ല. അന്നേരമാണ് അമ്മ അവരെ കാണുന്നത്. ആ കുടുംബത്തെ കൊണ്ട് അമ്മ, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ വലിയ സൗകര്യമുള്ള വീടൊന്നുമല്ല,
പഴയ ഒരു വീടാണ്, ഒരു 3-4 തലമുറയ്ക്ക് പഴക്കമുള്ള ഒരു വീടാണ്. അതിൻ്റെ ഒരു 2 കൊച്ചു മുറിക്കകത്ത് അവർ താമസിക്കുക, ഒരു മുറിയിൽ അവർ താമസിക്കുക. അന്ന് എനിക്ക് കല്യാണപ്രായമായി വന്നേ ഉള്ളൂ. കല്യാണമൊക്കെ ഇങ്ങനെ കഴിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തിരക്കിട്ട് കല്യാണാലോചന നടക്കുന്ന സമയം. ഇപ്പൊ എല്ലാ മനുഷ്യനെ പോലെ എനിക്കുമുണ്ട് വിവാഹ സ്വപ്നങ്ങൾ, മനുഷ്യരല്ലേ. പക്ഷെ എൻ്റെ വിവാഹ സങ്കല്പങ്ങളെ മുഴുവൻ തകർത്തത് അവിടെ ആയിരുന്നു. എൻ്റെ തൊട്ടടുത്ത മുറിക്കകത്ത് അവർ കിടക്കുക. പക്ഷെ ഞാനൊരു കാഴ്ച കണ്ടു. ആ കാഴ്ച ഇതായിരുന്നു. ആ സ്ത്രീക്ക് ഇങ്ങനെ അസുഖം വരുമ്പോൾ അവരിങ്ങനെ കോടി വലിങ്ങനെ ആവും. അയാളിട്ട് ഞങ്ങളുടെ ടൗണിൽ വെച്ച് എൻ്റെ അറിവിൽ ഒറ്റ അടിക്ക് ഒരു മനുഷ്യന്റെ തല കീറിയ മനുഷ്യനാണ്. കാരിരുമ്പിന്റെ കൈക്കരുത്തുള്ളൊരു മനുഷ്യനാണ്. അത്ര ഉരുക്കായാലും ഉരുക്ക്. പക്ഷെ ഞാൻ കണ്ടു ഈ ഉരുക്ക് മനുഷ്യൻ ഈ ഭാര്യയുടെ അടുത്തിരിക്കുന്നു. 10 മിനിറ്റ് അല്ല, 5-6 മണിക്കൂർ അറ്റ ടൈമിൽ ഇരുന്ന് ഓരോ വിരലും തിരുമി നിവർക്കും. നിവർക്കുമ്പോൾ വീണ്ടും അവിടെ കൈകാലുകൾ ചുരുളും. വീണ്ടും നിവർത്തിട്ട് വലിയ കാര്യമില്ല, കാരണം വീണ്ടും അത് ചുരുളുകയാണ്. എന്നിട്ടും ഈ വയ്യാത്ത ഭാര്യയുടെ 1 അല്ല 1 വർഷം എപ്പോഴും രാത്രി പകലൊന്നില്ലാതെ ആ മനുഷ്യ അയാൾ ഇന്ന് വരെ പരസ്യമായി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അയാളൊരു പാട്ട് പാടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അയാൾ പരസ്യത്തിൽ വേദന വായിക്കുന്നു, സാക്ഷ്യം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അയാളുടെ ഭാര്യയുടെ വിരള് തിരുമ്പി ഓർക്കുന്നത് ഞാൻ കണ്ടു മണിക്കൂറുകളിൽ. സ്നേഹം ത്യാഗമാണ്, സ്നേഹം സകലമാണ്. പ്രിയമുള്ളവരെ, അവിടെയാ സ്നേഹം. അവരെന്റെ പരിമിതികളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ ജോസഫ് മറിയം കൊണ്ടിരിക്കുക. എന്തൊരു കുടുംബം നോക്കിക്കേ. അവിടേക്ക് വന്നു ദൂതന്മാര്, അവിടെ ദുർഗന്ധം വമിക്കുക. പശുവിന്റെ ചാണകത്തിന്റെ മണമാണ് അല്ലേ. ചാണകത്തിന്റെ മണം വല്ലാത്ത രൂക്ഷം എന്തല്ലേ. പല മനുഷ്യർക്കൊക്കെ ഓർമ്മയുണ്ട്, പല വീടുകളിലും പുറകെ എരുത്തിലുണ്ട്. എരുത്തിൽ ഇച്ചിരി വീടിനോട് ചേർന്നാണെങ്കിൽ എന്നും ഒരു മുശുക്ക് മണം ഉണ്ടാകും. എത്ര കഴുകിയാലും മുശുക്ക് മണം. അതുകൊണ്ട് രാവിലെ ഒക്കെ എഴുന്നിട്ട് ചാണകം എല്ലാം വാരിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. പക്ഷെ ഇവിടെ ആട്ടിൻതൊഴുത്തിൽ മാട്ടിന്റെ മണമൊക്കെ ഉണ്ട്. ആട്ടിൻതൊഴുത്തിൽ. പക്ഷെ ഒരു കാര്യം അവിടെ സംഭവിച്ചു, എന്താണെന്നറിയാമോ? വിദ്വാന്മാർ വന്നിട്ട് പൊന്നും മൂടും കുന്തിരിക്കും ഒക്കെ കൊണ്ട് നിക്ഷേപാത്രങ്ങളെ തുറന്നു. എന്റെ യേശു അവിടുത്തെ എത്ര ദുർഗന്ധം ഉണ്ടെങ്കിലും അവിടെ സഹിച്ച് പ്രാർത്ഥിച്ച് 2 പേരും കൂടെ നിന്നാൽ അവിടുത്തെ സുഗന്ധം ഉണ്ടാകും. പൊന്നും മൂറും കുന്തിരിക്കും അവിടെ കത്താൻ തുടങ്ങി. അവിടുത്തെ ദുർഗന്ധം മാറുകയാണ്. അതല്ലേ യേശുവിന്റെ തിരുപ്പറങ്ങ്. ഏത് ദുർഗന്ധം ഉള്ളിടത്തും കർത്താവ് വന്ന അവിടെ ഇപ്പൊ എന്താ സുഗന്ധദ്രവ്യങ്ങളുടെ മണമാ. വിദ്വാന്മാർ കൊണ്ടുവന്ന സുഗന്ധദ്രവ്യം കിഴക്കുന്നുള്ള വിദ്വാന്മാരാ. എന്താ വലിയ വില കൂടിയ സുഗന്ധദ്രവ്യങ്ങൾ, കുന്തിരിക്കം, കുന്തിരിക്കം അതെല്ലാം കൊണ്ടുവന്ന് കത്തിക്കുക. കത്തിച്ചപ്പോ എന്തൊരു മണമായിരിക്കും. എന്റെ പൊന്നു പ്രിയരെ, ഒന്നിച്ച് ഇന്ന് ഈ സഹനത്തിൽ പങ്കുചേരാമെങ്കിൽ ഏത് പ്രതിസന്ധികളും സൗരഭ്യം ഉണ്ടാകും. കണ്ടോ, അതാണ് ക്രിസ്തുദേവന്റെ ആ ജന്മത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. എവിടെയും ഏത് ദുർഗന്ധത്തിനകത്തും ക്രിസ്തുവിന്റെ സൗരഭ്യം പരക്കാൻ കഴിയും. ലൂക്കോസിൽ അത് വളരെ കൃത്യമായിട്ട് പറയുന്നു. മത്തായി ഇങ്ങോട്ട് പോട്ടെ. എന്തുകൊണ്ടാ കർത്താവ് ഈ കുടുംബത്തെ തെരഞ്ഞെടുത്തത് കണ്ടു നോക്കാം നമുക്ക്. ലൂക്കോസിലേക്ക് വരുമ്പോ മറിയത്തിന്റെ അടുക്ക വന്നിട്ട് ദൂതൻ പറയുന്നുണ്ട്, നിനക്ക് ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ ഗർഭവതിയാകും. അവൾ ആശ്ചര്യപ്പെടുകയാണ്. പക്ഷെ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ദൂതൻ പറഞ്ഞപ്പോൾ മറിയം പറയുന്നൊരു കാര്യമുണ്ട്. എന്താ? ഞാൻ കർത്താവിന്റെ ദാസി, അങ്ങയുടെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പുരുഷനെ അറിയായികൾ എങ്ങനെ സംഭവിക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ലൂക്കോസ് 2:38 അതിനും അറിയാം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. അപ്പൊ ദൈവജനത്തിന് സമ്പൂർണമായി സമർപ്പിച്ച ഒരു വീട്ടിലാണ് യേശു ജനിച്ചത്. ദൈവജനത്തിന് സമ്പൂർണമായി സമർപ്പിച്ച ഒരു അമ്മയുടെ വീട്ടിൽ യേശു ജനിച്ചു. ഭാര്യയുടെ കുറവ് ആരോടും പറയാത്ത ഒരു ഭർത്താവിന്റെ അപ്പന്റെ വീട്ടിൽ യേശു ജനിച്ചു. സഹനങ്ങളിൽ പിറുപിറുക്കില്ലാത്ത ഒരു വീട്ടിൽ ജനിച്ചു. ത്യാഗമാണ് സ്നേഹം. സ്നേഹം ത്യാഗമാണ്. സ്നേഹം സഹനമാണ്, സഫറിങ്സ് ആണ്. അവിടെ പിടിച്ചു നിൽക്കുക അവരെ. എന്നിട്ടോ മറിയത്തോട് ദൂതൻ വന്ന് പറയുന്നു, നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്ത് ഗർഭം ധരിച്ചിട്ടുണ്ട്. മച്ചി എന്ന് പറഞ്ഞവർക്ക് ഇത് 6-ാം മാസം എന്ന് പറഞ്ഞു. അപ്പൊ മറിയ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? സെക്കരിയാവിന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ മറിയത്തെ കണ്ടപ്പോൾ എലിസബത്തിന്റെ ഉള്ളിൽ തുള്ളി. കാരണം ഈ പരിശുദ്ധാത്മാവ് കിട്ടിയവർ തമ്മിൽ കാണുമ്പോൾ ഒരു സന്തോഷം. ദൈവത്തെ ഓർത്ത് ഈ ആവശ്യമില്ലാത്ത കൂട്ടായ്മയ്ക്ക് പോകരുത്, ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലേക്ക് പോകരുത്. നമ്മൾ ഉള്ള കൃപ ചോരും. പക്ഷെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ തമ്മിൽ ഫോൺ വിളിച്ച, പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ തമ്മിൽ സംസാരിച്ച,
അറിയാതൊരു സന്തോഷം ഉണ്ടാകും. മറിയത്തെ കണ്ടപ്പോഴേ എലിസബത്തിന്റെ ഉള്ളിൽ പിള്ള തുള്ളുകയാണ്. അപ്പൊ എന്തോ സംഭവിച്ചതറിയാമോ? എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കണ്ടോ, മറിയം എഴുന്നിട്ട് അവിടെ എത്ര നാൾ താമസിച്ചെന്നറിയാമോ? 3 മാസം. അതായത് 6-ാം മാസത്തിലാണ് എലിസബത്ത് ഗർഭവതിയാണെന്നാണ് മറിയത്തോട് പറയുക. നിന്റെ മച്ചി എന്ന് പറഞ്ഞു നോക്കിയത് 6-ാം മാസം. പിന്നെ ലൂക്കോസ് 56:2 കണ്ടോ, സോറി 1:56, 3 മാസം. അപ്പൊ 6, 3, 9 എലിസബത്തിന്റെ പ്രസവകാലം വരെ മറിയ അവിടെ കൂടെ. എനിക്ക് അവിടെ കാര്യം, ഒരു മറിയത്തിന്റെ പ്രസവത്തിന്റെ ഇനിഷ്യൽ സ്റ്റേജാണ്. ആ ഇനിഷ്യൽ സ്റ്റേജിൽ വളരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. പക്ഷെ എന്നിട്ടും തൻ്റെ സ്വന്തം പരിമിതിക്ക് അപ്പുറത്ത് ഇന്നുകൊണ്ട് മറ്റൊരാളെ ശുശ്രൂഷിക്കാൻ മനസ്സ് കാണിച്ച ഒരു വീട്ടിലാണ് യേശു വന്നത്. മറിയത്തിന് എന്തിനാ എലിസബത്ത് അടുത്ത് പോയി 3 മാസമാണ് അമ്മയെ ശുശ്രൂഷിച്ചത്. ആ അമ്മയെ ശുശ്രൂഷിക്കുവാൻ, എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ മനസ്സ് കാണിച്ച ഒരമ്മയുടെ വീട്ടിലേക്ക് യേശു ഇറക്കി. അവരനെ ശുശ്രൂഷിച്ചു ഏകദേശം 3 മാസം. കണ്ടോ, ലൂക്കോസ് 1:56. എന്നിട്ട് നമുക്ക് വീണ്ടും മുമ്പോട്ട് പോകാം. അങ്ങനെ കുഞ്ഞ് ജനിക്കുകയാണ്. അവിടെ അവരെ ഇത് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ കൊള്ളുന്നതുകൊണ്ട് അവരെടുത്ത് അഭയാർത്ഥിയായിട്ടൊക്കെ. എന്തുമാത്രം സഹനമാണ് ഇന്നത്തെ മനുഷ്യർക്കൊക്കെ. ഈ സഹിക്കാൻ പാടല്ലേ, കുടുംബം ഒരു സഹനമാണ്. ഞാൻ സാധാരണ എൻ്റെ വിവാഹ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ മെസ്സേജ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ വിവാഹ പ്രസംഗങ്ങളെല്ലാം ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ആവർത്തിച്ച് പറയുന്നു. ഈ സഹനവും പിറുവിറുപ്പും ഒക്കെ പിറുവിറുപ്പില്ലാതെ സഹിക്കുന്നവർക്ക് ഈ ഒരു നല്ല സന്തോഷമൊക്കെ ഉണ്ടാകും. ഈ കുടുംബാരോഗ്യ രംഗത്ത് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് എൻ്റെതായ ജീവിതത്തിന്റെ ഒത്തിരി പ്രശ്നങ്ങളാണ്. അതെന്നെ അവിടെയൊക്കെ കൊണ്ടുപോകും. അങ്ങനെ കുടുംബ സെമിനാറൊക്കെ എടുക്കാൻ തുടങ്ങിയ സമയത്ത് രസകരമായ ഒരു സംഭവം ഉണ്ടായി. ഞാനന്ന് ഒരു മാസ്റ്റേഴ്സൊക്കെ ദൈവം കൃപ ചെയ്ത് ഈ കുടുംബമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പിന്നെ ഒരു കാത്തലിക് സെമിനാരിൽ പോയി 2 വർഷം പഠിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുടുംബ സെമിനാറുകളൊക്കെ എടുക്കാൻ തുടങ്ങി. ആ സമയത്ത് ഒരു വട്ടം ഞാനും ഭാര്യയും കൂടെ ഒരു സെമിനാറിന് പോയി. എൻ്റെ ഭാര്യ എന്നെ കൂടും. അന്ന് ഞാൻ പ്രസംഗിച്ച മുഴുവൻ വിഷയം കുടുംബം ഒരു സഹനമാണ്. ലൈഫ് ഈസ് ഓൾ അബൌട്ട് സഫറിങ്, സാക്രിഫൈസ്. അതിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് പറഞ്ഞു. കാരണം ഒരു ഭാര്യ ഒരു സഹനമാണ്. ഭർത്താവിനെ സഹിക്കണ്ടേ, ഭർത്താവിന്റെ വീട്ടുകാരെ സഹിക്കണ്ടേ, പിള്ളേരെ സഹിക്കണ്ടേ. പിള്ളേരെയൊക്കെ സഹിച്ചല്ലേ ഒക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു കൊച്ചു പ്രാർത്ഥിക്കാൻ വന്നു, ഒരു പെങ്കൊച്ച, ഒറ്റ ഇളയ മോളാണ്. എന്നാ കാര്യം അറിയാമോ? കൊച്ച് കരയുകയാണ്. ഞാൻ അവിടെ അമ്മ കൂടെ ഉണ്ട്. ഞാൻ അമ്മയോട് ചോദിച്ചു, ഇവിടെ സ്വഭാവം എങ്ങനെയായിരുന്നു? എൻ്റെ കുഞ്ഞ് ഭാഷ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ എഴുന്നേറ്റ് വരത്തുള്ളൂ. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല കുഞ്ഞ്, നീ ഒത്തിരി സൂക്ഷിച്ചല്ലേ. ഈ 12 മണി വരെ കിടന്ന് ഉറങ്ങുന്ന പിള്ളേർക്കെല്ലാം രാത്രി ഉറങ്ങാത്ത പോലെ തന്നെ തമ്പുരാൻ കൊടുക്കും. എന്തിനാണെന്നറിയാം? നീ കുറേ കഷ്ടപ്പെട്ട സൂക്ഷിച്ചല്ലേ മക്കളെ, ഇഷ്ടംപോലെ ഉറങ്ങിയതല്ലേ, ഉറങ്ങാതെ നീ കുറച്ച് ഉറക്കിടക്കി. അത് നോക്കി ഉച്ചയ്ക്ക് വരെ കിടന്നുറങ്ങിയ പലതിനും ഇങ്ങനത്തെ പിള്ളേരാ. ഞാൻ കൊച്ചെ പ്രാർത്ഥിക്കണം, അവള് ചിരിച്ച് സഹരയില്ല മക്കളെ, ഒത്തിരി ഉറങ്ങിയതാ. അന്ന് അമ്മ പറഞ്ഞ അവളെ ഉണർത്തി, അവളങ്ങ് തുള്ളുമായിരുന്നു. എന്നിട്ട് എന്നെ ഇപ്പൊ ഉണർത്തി ചോദിച്ചോണ്ട് ഇപ്പൊ ആരോടും തുള്ളണ്ട, കൊച്ചു വന്നില്ല. അപ്പൊ അമ്മ എന്ന നിലയിൽ സഹിക്കണ്ടേ, ഭർത്താവ് എന്ന നിലയിൽ സഹിക്കണ്ടേ. നിങ്ങൾ വിദേശത്തൊക്കെ ആയിരുന്നു കുഴപ്പമില്ല, ഇവിടുത്തെ ഏറ്റവും വലിയൊരു സാധനമാണ് നാത്തൂനെ സഹിക്കണ്ടേ. നാത്തൂൻ ഭയങ്കര സംഭവമാണ്. നാത്തൂനും അളിയനും എന്റെ പൊന്നെ അവരെ സഹിക്കണ്ടേ. അമ്മായിമ്മയെ സഹിക്കണ്ടേ, അമ്മായിപ്പിനെ സഹിക്കണ്ടേ, ഇതെല്ലാം സഹിക്കണ്ടേ. നാത്തൂനെ സഹിക്കണം, അളിയനെ സഹിക്കണം, അമ്മായിപ്പിനെ സഹിക്കണം, എല്ലാം സഹിക്കണ്ടേ. ഇനി ഇതിനിടയ്ക്ക് എല്ലാം സഹിക്കണം. അപ്പൊ സഹനത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചു. പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് ധൃതി വെച്ച് പോവാം. ആകെപ്പാട് തേച്ച് വെച്ചിരുന്ന ഒറ്റ ഷർട്ടും മുണ്ടും ഉള്ളായിരുന്നു തേച്ചത്. അതെടുത്തിട്ടുകൊണ്ട് ഇറങ്ങിയപ്പോൾ ഭാര്യ ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ ചായ കുടിക്കാൻ പോകരുത്. എങ്ങനെ പോവാ? അവളെ കയ്യിരുന്ന് കുഞ്ഞിനെ കയ്യിലോട്ട് വന്നിട്ട് ചായ എടുക്കാൻ പോയി. കുഞ്ഞ് രാവിലെ എഴുന്നേറ്റ് വരുന്ന ഭാഗം അവനറിയത്തില്ല എൻ്റെ പപ്പ രാവിലെ പോവാ. വെള്ള ഷർട്ടയിലോട്ട് അവന് അത്യാവശ്യം കാര്യം സാധിച്ചു. എറിയാനൊക്കൂ, താഴെ കളയാനൊക്കൂ, കുത്താനൊക്കൂ, അങ്ങ് ദണ്ണപ്പെട്ടു. കാരണം ഷർട്ടില്ല വേറെ. ഞാനിങ്ങനെ കലിച്ച് നിൽക്കുമ്പോൾ എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ കലിച്ച് നിൽക്കുമ്പോൾ ഭാര്യ ചായയൊക്കെ ആയിട്ട് വന്നിട്ട് പതുക്കെ തോളത്താട്ടിട്ട് പറഞ്ഞു, സാരമില്ല ചേച്ചാ, ജീവിതം ഒരു സഹനമല്ലേ. അന്ന് എനിക്ക് മനസ്സിലായി ഇവരെങ്ങളൊക്കെ പ്രസംഗിക്കാൻ പോയാൽ ഭയങ്കര പാടാണ്. കാരണം ഇതെല്ലാം നമുക്കിങ്ങനെ തിരിച്ചു കിട്ടും. പക്ഷെ സത്യമല്ലേ, ജീവിതം ഒരു സഹനമല്ലേ. ഈ സഹനത്തിന്റെ പാതയിൽ മനുഷ്യൻ കാലിടറി വീഴും. കാലിടറി വീഴുമ്പോ നോക്കാനൊരിടമുണ്ട്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. എബ്രായലേഖനം 13 അവന്റെ മുമ്പിലുള്ള സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച ഒരു ക്രിസ്തുവിനെ നോക്കി കുറച്ചു നേരം ഇരുന്ന വെറുതെ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെയൊക്കെ ഡിവൈഎഫ്ഐക്കാരുടെയൊക്കെ മാർച്ച് കിടക്കുമ്പോഴേ
പറയും, ചോലച്ചാലികൾ നീന്തിക്കയറിയ, മരണത്തിന്റെ മുഖത്ത് ചവിട്ടിയ തൂക്കുമരങ്ങൾ ചിരിക്കുമ്പോഴും എന്താ അങ്ങനെയൊക്കെ പാടാറുണ്ട്. കേൾക്കുമ്പോൾ ഒരു ആവേശം ചൊല്ലും. പക്ഷെ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോ വെറുതെ പറയല്ല, ഒരായുസിൽ 1000 സഹനങ്ങളിൽ കൂടെ ഞാനും ചവിട്ടിക്കയറി വന്നിട്ടുണ്ട്. പക്ഷെ തളർന്നുപോയ മേഖലകളിൽ ഇങ്ങനെ നോക്കാൻ ഒരിടമുണ്ട്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവെക്കുന്നവനുമായ യേശു. The author and finisher of our faith. എവിടെങ്കിലുമൊക്കെ ഇങ്ങനെ കാലിന്റെ കൊമ്പോ വയ്യാന്ന് തോന്നുമ്പോ, മടുത്തെന്ന് തോന്നുമ്പോ ചുമ്മാ പോയി ഒരു നിമിഷം നിന്നിട്ട് നോക്കണം. ആരെ? യേശുവിനെ. ജർമ്മൻ സിറ്റുവേഷൻ ഇച്ചിരി ഡിഫറെന്റ് ആയിരിക്കും. നമ്മളിങ്ങനെ മലയാളികളുടെ നിൽക്കുന്നവരല്ലേ. ഞാൻ പറയും, സാറിന് ഭാഷണമാണ് പ്രശ്നം ഭയങ്കര. പായസമാണ് പ്രശ്നമൊക്കെ ചെറിയ പ്രശ്നമാണ്. ഞാനിങ്ങനെ ആഞ്ഞങ്ങ് പ്രസംഗിച്ചെന്ന് വെച്ചു. ഇന്ന് രാത്രി എന്റെ പ്രിയമുള്ളവര്, നമ്മൾ ദൈവത്തിന് സ്ഥാനം എല്ലാവരും കരങ്ങൾ ഉയർത്തി ശ്രദ്ധിച്ചാട്ടെ, പോരാ ഒന്നുകൂടെ, പോരാ ആവേശത്തോടെ അങ്ങനെ പറയാം. ഒരു ബഹളമാണ്, വലിയ കാര്യമൊന്നുമില്ല. പറയുന്നില്ലേ, ചുമ്മാ കിടന്ന് അലയ്ക്കുക. ഞാൻ നേരെ തിരിച്ച് വളരെ ശാന്തമായിട്ട് കുറച്ച് നോട്ടൊക്കെ ആയിട്ട് പറയാതെ പറയും, ബുദ്ധിയിലാണ്, ആത്മാവില്ല. അപ്പൊ ആത്മാവിൽ പ്രസംഗിക്കാനൊക്കെ ബുദ്ധി പ്രസംഗിക്കണം. പഴയ പാട്ട് പാടും പറയും പഴയ പാട്ടാണ്, പുതിയ പാട്ട് രാവിലെ പാടുമ്പോൾ പറയും ഒരാൾക്കും അറിയാത്ത ഒരു പാട്ടുമായിട്ട് വന്ന് കയറിക്കോളും മനുഷ്യൻ രാവിലെ വരുമ്പോൾ. അപ്പൊ പഴയ പാട്ട് പാടാനൊക്കത്തില്ല, പുതിയ പാട്ട് പാടാനൊക്കത്തില്ല, ആഞ്ഞ് പ്രസംഗിക്കാനൊക്കത്തില്ല, പതുക്കെ പ്രസംഗിക്കാനൊക്കത്തില്ല. ഞാൻ നല്ലപോലെ ചിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു കമന്റ് കയറ്റു, ഇവര് സ്ത്രീകളെ കാണുമ്പോൾ ചിരി കൂടുതലാണ്. അപ്പൊ ഞാൻ വളരെ ഡീസൻ്റായി, ആരെ കണ്ടാലും വാക്കെല്ലാം പറഞ്ഞു വണക്കം. അപ്പോൾ പറഞ്ഞു അവനിപ്പോ അവന് വലിയ ആളാന്ന് അവന്റെ കാരണം. അപ്പോൾ കൈകൂപ്പാനൊക്കത്തില്ല, ചിരിക്കാനൊക്കത്തില്ല, ഒക്കത്തില്ല. നല്ലപോലെ ഭക്ഷണം കൊടുത്താൽ കേട്ടിട്ടുണ്ട്, നമ്മൾ ചുരുക്കിക്കൊണ്ട് അവിടെ ദശാംശം കൊടുക്കും, അവരങ്ങ് ലാവിഷായിട്ട് അടിച്ച് കുളിക്കുക. അപ്പൊ എന്നാ ഓർത്ത് ഇനി കഞ്ഞിയും പേരം കൊടുക്കാം. അപ്പം പറഞ്ഞ അമ്മയുടെ കാലത്ത് വല്ലതും കൊടുക്കാൻ ഇപ്പൊ ആർക്ക് കൈ കൊടുത്തില്ല. അപ്പം കൊടുക്കാനൊക്കത്തില്ല, കൊടുക്കാതിരിക്കാനൊക്കത്തില്ല, പ്രസംഗിക്കാനൊക്കത്തില്ല, പ്രസംഗിക്കാതിരിക്കാനൊക്കത്തില്ല, ചിരിക്കാനൊക്കത്തില്ല. ഞാൻ കരയായിരുന്നു. അപ്പൊ ആരോട് പറഞ്ഞ അവന്റെ മൂന്ന് കണ്ട ഒരു തൊഴി കൊടുക്കാൻ, അതും ചെവിക്ക് കേട്ടു. അപ്പം കരയാനൊക്കത്തില്ല, ചിരിക്കാനൊക്കത്തില്ല, ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇതെല്ലാം വരുമ്പോ അങ്ങ് സഹിക്കണം. അതിനിടയ്ക്കാണ് ആ പ്രശ്നം, ഈ പ്രശ്നം, ഈ പ്രശ്നം, അങ്ങ് തളരും. പിന്നെ അങ്ങ് ഇട്ടേച്ച് പോയാൽ മതി എന്നൊക്കെ തോന്നും. പക്ഷേ നിർത്തിയാ മതി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഒരാളെ കണ്ടു എൻ്റെ അടുക്ക വന്ന ഒരാളുണ്ട്. നമുക്ക് മുമ്പായിട്ട് ഈ സഹകരമെല്ലാം സഹിച്ചു വേണം. എത്രയോ രാത്രികളിൽ എൻ്റെ അടുക്ക വന്നിട്ടുണ്ട്. എൻ്റെ തലവണെ ഞാൻ കണ്ണീർ കണ്ട് നനച്ചപ്പോ എനിക്ക് വലിയ കർത്താവെ, ഇത് ശുശ്രൂഷയില്ലാതെ എന്നെ തിരിയാൻ ഒക്കത്തില്ല, അതിനും പേരെ എന്നെ അങ്ങ് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ സമയം ലിറ്ററലി അവൻ എൻ്റെ അടുക്ക വന്നു. അപ്പൊ എനിക്കൊരു കർത്താവിനെ അറിയാം. എല്ലാ സഹനങ്ങളിലും കാലിടറി വീഴുമ്പോ നോക്കാനൊരിടം. ആരാ? വിശ്വാസത്തിന്റെ നായകൻ. കുടുംബത്തിലൊക്കെ മറിയമൊക്കെ പറയും എന്തുമാത്രം സഹിച്ച അഭയാർത്ഥിയായിരുന്നു. ഇപ്പൊ നമ്മുടെ സ്ത്രീയൻ അഭയാർത്ഥികളെ കുറിച്ചൊക്കെ പറയത്തില്ലേ, ജീസസ് ഗിവ് us a refugee. നിങ്ങൾക്കറിയോ? റെഫ്യൂജിയാണ്. തമിഴ് ഇങ്ങനെ പോവുകയല്ലേ എടുത്തുകൊണ്ട്. അതുകൊണ്ട് ഇന്നും അഭയാർത്ഥി, ആ കുടുംബം അഭയാർത്ഥികളെ പോലെ ഓടിപ്പോ എന്തിനു സഹിച്ചു. ഇന്നെല്ലാവരും വാഴ്ത്തപ്പെട്ടവരെന്നൊക്കെ പറയുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ സഹനങ്ങളാണ്. ആ കുടുംബത്തിൽ യേശു വരിക. നോക്കൂ, മുമ്പോട്ട് പോവുകയാണ്. മറിയത്തെ ശുശ്രൂഷിക്കുകയാണ്, ആ എലിസബത്തിനെ ശുശ്രൂഷിക്കുകയാണ്. അങ്ങനെ തിരിച്ചു വരുന്നു. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് വളരുകയാണ്. വളർന്നപ്പോൾ അവര് 41:2-41 കണ്ടോ, അവന്റെ അമ്മയപ്പം ആണ്ട് പോലും പെസഹാ പെരുന്നാളിന്റെ എരിശിലേമിലേക്ക് പോകും. 12 വയസ്സായപ്പോൾ പതിവ് പോലെ എന്ത് പോയി, പെരുന്നാളിന് പോയി. നിങ്ങൾ കണ്ട പെരുന്നാളിന് പോകുന്നു. യഹൂദനെ സംബന്ധിച്ചോളം ഈ പെരുന്നാൾ എന്നൊക്കെ പറയുന്നത് പ്രധാനപ്പെട്ട ചില പെരുന്നാളുകളുണ്ട്. കൂടാര പെരുന്നാള്, പെസഹാ പെരുന്നാള്, പെന്തക്കോസ്ത പെരുന്നാള്. അപ്പൊ ഇതൊക്കെ അവരെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അല്ലാതെ ആഘോഷമായിട്ട് മാത്രമല്ല അതിനെ കാണുന്നത്. യാഗമർപ്പിക്കാൻ വേണ്ടിയൊക്കെ അവരിങ്ങനെ ഹല്ലേലൂയ ഗീതങ്ങളൊക്കെ പാടിക്കൊണ്ട്, ആരോഹണ ഗീതങ്ങളൊക്കെ സംഗീതനാഥാണ്. അവർ കൂട്ടമായിട്ട് യെരൂശലേമിലേക്ക് പോകും, ദേവാലയത്തിൽ യാഗമർപ്പിക്കും. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, അവർ ആണ്ട് തോറും പോകാനും പതിവ് പോലെ പോകാൻ. എനിക്ക് അവിടെ ഒരു സന്ദേശമുണ്ട്. ഈ കുടുംബത്തിന്റെ പ്രത്യേകത, ഈ കുടുംബം ആരാധന മുടക്കാത്ത കുടുംബമാണ്. അവിടെ യേശുവാണ് ആരാധന മുടക്കാത്ത കുടുംബം. എന്റെ പൊന്നു പ്രിയരെ, ആരാധന മുടക്കല്ലേ. ഈ കോവിഡിന്റെ ഒക്കെ സമയത്ത് വലിയ പ്രതിസന്ധി ഉണ്ടായി. അന്നേരം
നമുക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓർത്തോണേ, ഇതുവരെ ഏത് മതപശ്ചാത്തലത്തിൽ ഇത്രയും ശക്തമായിട്ട് ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ ആരാധന കൊണ്ടുവന്നിട്ടുണ്ട്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ പൂജകൾ അല്ലെങ്കിൽ അങ്ങനെ കർമ്മം എല്ലാ ബഹുമാനത്തോടും ആദരവോടും പറയും. പക്ഷെ നമുക്ക് ദൈവം ഇങ്ങനെ പ്ലാറ്റ്ഫോമെങ്കിലും തന്നത് ദൈവത്തിന്റെ മഹാദയാന്ന് പറഞ്ഞു, അല്ലേ? നമ്മുടെ കൂട്ടായ്മ തന്നെയാണ്. പക്ഷെ ഇവിടെ ഈ കോവിഡൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ആരാധനയൊക്കെ തുടങ്ങും എന്ന് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം കുറെ കൊച്ചുങ്ങളെല്ലാം കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ക്യാരംസ് കളിക്കുക, വട്ടത്തിരുന്ന് മാസ്ക് ഒന്നും ഇല്ലാതെ വട്ടം പിടിച്ചിരുന്ന് ക്യാരംസ് കളിക്കുക. കുഞ്ഞുങ്ങളൊക്കെ ആരാധനയ്ക്ക് വരണം, ഉടനെ എടുത്തു പോയി ആരാധനയ്ക്ക് വരാനും കോവിഡ്. വട്ടത്തിരുന്ന് ക്യാരംസ് കളിച്ചാൽ കോവിഡ് വരത്തില്ല. വട്ടത്തിരുന്ന് എല്ലാം കൂടി ഇരുന്ന് ക്യാരംസ് മണിക്കൂർ കളിച്ചാൽ കോവിഡ് വരത്തില്ല. ചർച്ചിൽ പോയി സാമൂഹിക അകലം പാലിച്ചിരുന്നാലേ കോവിഡ് വരത്തില്ല. നോക്കണേ, എന്തൊരു അപകടം നോക്കൂ. വളരെ അപകടം പിടിച്ചൊരു കാര്യം. ആരാധനയോടുള്ള ബന്ധത്തിൽ മനുഷ്യന്റെ തീഷ്ണത പോയി. പക്ഷെ ഈ ഒരു വീട്ടിലാണ് യേശു വന്നത്. ഏത് ആരാധന മുടക്കാത്ത വീട്ടിൽ. നിങ്ങളോട് ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ അടുത്തിടെ ഞാൻ ഇന്ന് പകലൊരു ഒരു സൂമിൽ പ്രസംഗിച്ചപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഒരു പാട്ട് ശ്രദ്ധേയമായി. ഒരു വാക്ക് മതി, കേട്ട് കാണുമെന്ന് അറിയത്തില്ല. ഒരു വാക്ക് മതി എനിക്കത് മതിയേ, ഒരു വാക്ക് മതി എനിക്കത് മതിയേ. ആ പാട്ട് എഴുതുന്നത് ഞങ്ങളുടെയൊക്കെ അയൽവക്കമാണ്, റജി നാരായണൻ. അതിന് മുമ്പ് നീ പോലെ ഇറങ്ങണമെന്നൊരു പാട്ടൊക്കെ പാടി. പക്ഷേ ഇതിന്റെ പിന്നൊരു ചരിത്രമുണ്ട്. ഞാൻ കണ്ട ഒരു ചരിത്രം. റജിബറിന്റെ അമ്മയെ വളരെ പ്രായത്തിൽ സ്നാനപ്പെടുത്താൻ എളിയവനാ ഭാഗ്യം കിട്ടി. അന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാനങ്ങ് തിരുവല്ലയിൽ കറ്റോട്ട് കൊണ്ടാണ് സ്നാനപ്പെടുത്തുക, ആരും ഇല്ലാത്തൊരു സ്ഥലം. ഇച്ചയ്യായിരുന്നു, ഷൈജാനൊക്കെ വേണ്ട തൊട്ടും വേണ്ട ഇച്ചി. ഇച്ചയ്ക്ക് വയ്യായിരുന്നു. ഇച്ചയ്ക്ക് ക്രോണിക് ഡയബറ്റിക് ആയിരുന്നു വർഷങ്ങളായിട്ട്. ഹുസനൊക്കെ ആയപ്പോൾ ക്ഷീണമായി. പക്ഷെ ഇച്ചയ്ക്ക് പറയുമായിരുന്നു, എൻ്റെ അമ്മയോട് ചെലിക്കുട്ടിയെ എനിക്ക് യോഗത്തിന് പോകണം. എന്നെ യോഗത്തിന് അന്ന് ഇച്ചയ്ക്ക് വരണ്ട. ഇച്ചയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഡയബറ്റിക്കിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് അതിൻ്റെതായ സ്വാഭാവികമായ പല പ്രശ്നങ്ങളും. ഇച്ചയ്ക്ക് പറയും, എലിക്കുട്ടി എന്നെ യോഗത്തിന് കൊണ്ടുപോകണം. ഇച്ചയ്ക്ക് ഞങ്ങൾ വണ്ടിയെ കയറ്റി പിടിച്ച് യോഗത്തിന് കൊണ്ടുവരായിരുന്നു. ഇച്ചയ്ക്ക് ഇരിക്കാൻ വയ്യാത്തപ്പോൾ ഹോളിന്റെ പുറകിൽ ഒരു കട്ടിലിട്ട് കൊടുത്തു. ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇച്ചയ്ക്ക് കട്ടിലേ കിടക്കും. പാട്ട് പാടുമ്പോൾ കിടന്നുകൊണ്ട് കൈ പിടിക്കും. അവസാനം 6 മണി വരെ എടുത്തുകൊണ്ട് യോഗത്തിന് കൊണ്ടുവരായിരുന്നു, മടിയില്ലാതെ. ആ മടിയില്ലാതെ ദൈവത്തെ കിടന്നുകൊണ്ട് കൈയടിച്ച അമ്മയുടെ മോൻ പാട്ട് പാടിയത് വലിയ അത്ഭുതമല്ല. ആരാധന മുടക്കരുത്, ആരാധന മുടക്കരുത്. ആരാധന മുടക്കാത്തൊരു വീട്ടിലാണ് യേശു ജനിച്ചത്. ഉണ്ടോ? ആരാധന മുടക്കാത്തൊരു വീട്ടിൽ യേശു ജനിച്ച ഒരു പതിവ് പോലെ ആരാധന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞില്ലെന്ന് ഓർത്തത്. എന്തുകൊണ്ടാണെന്നറിയാമോ? കുഞ്ഞ് ആരുടെ കൂടെ ഉണ്ടാകുന്ന ഓർത്ത്? സഹയാത്രിക്കാരോട്. കാരണം മറ്റു മനുഷ്യർ ആൾക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ടായി. അതാണ് യേശുവിന്റെ ഏറ്റവും ആ കുടുംബത്തിന്റെ പ്രത്യേകത. സഹയാത്രക്കാരും അയൽക്കാരും കുടുംബക്കാരും ബന്ധങ്ങൾ വേണം. ഇന്ന് ചെല്ലുണ്ട്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന്റെ വീട്ടുകാരെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. ചില അണ്ണന്മാരുണ്ട്, അതെനിക്ക് റാന്നിക്കാർക്ക് ആ സ്വഭാവം കൂടുതലാ തോന്നുന്നു. വന്ന ഭാര്യ വീട്ടോട്ട് പോയി അവർക്ക് ഏതാണ്ട് അങ്ങ് നഷ്ടപ്പെട്ടു പോയതുപോലെ, അവരുടെ അഭിമാനത്തിന്റെ ഈ പിള്ളേരുടെയൊക്കെ ഭാഷ പറഞ്ഞ കിളി പോയതുപോലെ. ഭാര്യ വീട്ടിൽ പോയി അവിടെ ഏതാണ്ട് അപ്പൊ ഭാര്യ വീട്ടുകാരെ പുച്ഛമുള്ളവരുണ്ട്, ബന്ധമില്ലാത്തവർ, ഭർത്തൃ വീട്ടുകാരെ ബന്ധമില്ലാത്തവർ. പക്ഷെ ഇവിടെ കണ്ടോ, യേശുവിന്റെ പ്രത്യേകത, അവര് സഹയാത്രക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ടായി. അയൽബന്ധവും ബന്ധുക്കളുമായിട്ട് ബന്ധങ്ങളൊക്കെ ഉള്ളിടത്താണ് യേശു ജനിച്ചത്. സഹയാത്രക്കാരുണ്ടാകും. തിരിച്ചു കടന്നു. എത്ര ദിവസം? 3 ദിവസം ഈ കുടുംബം തിരിച്ചു നടക്കുകയാണ്. ആരെ തപ്പി? യേശുവിനെ തപ്പി. എത്ര ദിവസം നടന്നു? 3 ദിവസം. ടെൻഷൻ അടിച്ച് നടക്ക. ഇന്നത്തെ പോലെ വണ്ടിയില്ല, ഊരൊന്നും ഇല്ല. ഇവര് പോകുന്നത് ഒന്നിച്ചറിഞ്ഞു. തിരിച്ച് ഒറ്റയ്ക്ക് പോയിട്ട് ഒറ്റയ്ക്ക് വരാൻ ഒക്കത്തില്ല, കാരണം കള്ളക്കാരുണ്ട്. അതുകൊണ്ട് പറയുക, കൂരിട്ട് താഴ്വര, ആ യാത്രയിൽ അപകടങ്ങളുണ്ട്. അതുകൊണ്ട് അവരെ ഒന്നിച്ചാ പോകും. തീർത്ഥാടകരൊന്നും ഒന്നിച്ചാ പോകും. വലിയ വടിയൊക്കെ ഇങ്ങനെ കുത്തി കുത്തി ഒന്നിച്ചു പോകും. പക്ഷെ ഇവിടെ കണ്ടോ, അവരങ്ങനെ പോയിട്ട് അവിടെ ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോൾ സംഭവിച്ചൊരു കാര്യം, കുഞ്ഞ് ഉപദേഷ്ടക്കന്മാരുടെ നടുവിരിക്കുന്നു, 12 വയസ്സോട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു മാതൃകയാണ്. എന്താ കാര്യം എന്നറിയാമോ? യേശുക്കർത്താവ് ഉപദേഷ്ടക്കാരന്മാരുടെ നടുവിരിക്കുകയാണ്. കാരണം എൻ്റെ പൊന്നു പ്രിയരെ, ഇന്നത്തെ മക്കളൊക്കെയാണ് 12 വയസ്സ് ഗെയിം കളിച്ചോട്ടി. മക്കൾ ഗെയിം കളിച്ചായിരിക്കാം പോട്ടെന്ന് വെക്കാം. കല്യാണം കഴിഞ്ഞ് കൊച്ചുങ്ങളായാലും വരെ അവസരം കിട്ടിയാൽ ഗെയിം കളിച്ചോട്ടി. ഓർക്ക് പോയിട്ടുണ്ട്. ആനയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലക്കിടാൻ, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ അപ്പോൾ എല്ലാവരും വലിയ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷെ വലിയൊരു വരെ ഗെയിമും മനുഷ്യനാണ്. ഇവിടെ തന്റെ 12 വയസ്സുകാരൻ എന്ത് ചെയ്യുക? ഉപദേഷ്ടക്കന്മാരുടെ നടുവിരുന്ന് പുസ്തകച്ചുരുള് വായിക്കുക. മാതൃക യേശു 12 വയസ്സിൽ പുസ്തകം വായിക്കുക, അത്ഭുതപ്പെടുത്തി. അപ്പോൾ യേശുവിന്റെ അപ്പനും അമ്മയും കൂടെ അവിടെ ചെന്നപ്പോൾ അമ്മയാണ് സംസാരിക്കുക. ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. നോക്കൂ, വിളിച്ചൊരു വാക്കുണ്ട്, മോനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്.
എൻ്റെ പൊന്നു പ്രിയരെ, 3 ദിവസം കഴിഞ്ഞ് ടെൻഷൻ അടിച്ച് അവിടെ ചെന്നപ്പോൾ ഈ അമ്മ മോനെ ഈ കുഞ്ഞിനെ കണ്ടിട്ട് വിളിച്ചൊരു വാക്കുണ്ട്, മോനെ എന്നാ വിളിച്ചത്. 3 ദിവസം കഴിഞ്ഞു ടെൻഷൻ അടിച്ച് ചെന്നപ്പോൾ മോനെ എന്നാ വിളിച്ചത്. നമ്മളാണ് എന്താ വിളിച്ചത്? 3 ദിവസം കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ കുഞ്ഞിനെ കണ്ടായിരുന്നു എന്താ വിളിച്ചത്. പക്ഷെ ഒറ്റ മോശപ്പെട്ട വാക്ക് പറഞ്ഞു. വളരെ ഗൗരവപ്പെട്ട ഓർക്കണേ, മോശപ്പെട്ട വാക്ക് വായിന്ന് വരാത്ത ഒരു വീട്ടിലാണ് യേശു. ഷാച്ച സമയമായോ? നിങ്ങളുടെ സമയം പോയോ? സമയം പോയോ? ഇല്ലല്ലോ, കുഴപ്പമില്ല. ഓക്കെ, ഞാനും അവസാനിപ്പിക്കാം. കാരണം ഇവിടെ 1 മണി കഴിഞ്ഞ് എനിക്ക് വെളുപ്പിന് 5:30 എഴുന്നേറ്റ് പ്രൊഫഷനിൽ പോകണം. അപ്പോൾ മോശപ്പെട്ട ഒരു വാക്ക് വരാത്ത, എന്നെ എല്ലാവരും ശ്രദ്ധിക്കണേ, മോശപ്പെട്ട ഒരു വരാത്ത വീട്ടിലാണ് ആ മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ 3 ദിവസം കഴിഞ്ഞ് ടെൻഷൻ അടിച്ച് ചെന്നപ്പോൾ അമ്മ വിളിച്ചത് മോനെയാണ്. അപ്പം ഈ നല്ല വാക്ക് പറയുന്ന വീട്ടിലാണ് യേശു. അപ്പോൾ നമ്മൾ പറയും, സാധാരണ നമ്മുടെ ഈ മക്കൾക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. അവർ ഈ മോശപ്പെട്ട ഒരു വാക്ക് പഠിക്കും. എവിടെ പോയപ്പോൾ വരുമ്പോഴാണ് അറിയാമോ? സ്കൂളിലൊക്കെ പോയിട്ട് വരും. അപ്പോൾ അമ്മമാർ പറയും അവരെ ആ പന്ന സ്കൂളിൽ പോയത് കൊണ്ടാണ് അങ്ങനത്തെ മോശപ്പെട്ട വാക്ക് പഠിച്ചത്. പക്ഷെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ അമേരിക്കയിൽ നിൽക്കുകയാണ്. അമേരിക്കയിൽ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ 2 കൊച്ചു പിള്ളേർ അവിടെ ഉണ്ട്, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കുഞ്ഞാണ് എന്നോട് അങ്ങ് ഒരു മൂത്തൊരു 4-5 വയസ്സുള്ള കൊച്ചങ്ങ് ആ ഒരു ടിപ്പിക്കൽ ആക്സെന്റിൽ അങ്ങ് ഇംഗ്ലീഷ് അങ്ങ് പറയുക. അതങ്ങ് എനിക്കൊണ്ട് മനസ്സിലാവില്ല. പടപടാന്ന് പറയുമ്പോൾ നമുക്കൊണ്ട് നമ്മൾ മലയാളം മീഡിയത്തിൽ പഠിച്ചാലും നമ്മളിങ്ങനെ പറഞ്ഞു വരാൻ സമയം എടുക്കത്തില്ല, അതങ്ങ് ഒഴുകുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ ഡു വൺ തിങ്, കുഡ് യു പ്ലീസ് ടോക്ക് വിത്ത് മീ മലയാളം. അവളോട് പറഞ്ഞു, അങ്കിൾ ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് യു ഇൻ മലയാളം, ഐ ഹേറ്റ് ദിസ് ലാംഗ്വേജ് മലയാളം, ഐ ഹേറ്റ് ദിസ് ലാംഗ്വേജ് മലയാളം. എനിക്കത് കൊണ്ടുപോയി ഐ ഹേറ്റ് മലയാളം എന്നൊക്കെ പറഞ്ഞു. ഇത് പറഞ്ഞു തീരുകയും അവിടെ ഇളയ കൊച്ചൻ വന്നിട്ട് ഒറ്റ അടി വെച്ച് കൊടുത്തു. അവിടെ അവർ പുറത്തിനിട്ട് ഞാൻ എൻ്റെ പച്ചയ്ക്ക് എൻ്റെ ചെവിക്ക് കേട്ടു അവൾ പച്ചത്തറി മലയാളത്തിൽ വിളിച്ചു. അപ്പൊ ഞാൻ അമേരിക്ക ഇറങ്ങി നോക്കി അംഗൻവാടി ഉണ്ടോ. കാരണം ഇവിടെ എല്ലാവരും പറഞ്ഞ അംഗൻവാടി പോയപ്പോഴല്ലേ തെറി വിടുന്നത്. അപ്പൊ ഏതായാലും അവിടെ എനിക്ക് പിടി കിട്ടി. അവിടുത്തെ നേഴ്സറിയിൽ ഏതായാലും മലയാളം തെറി പഠിപ്പിച്ചില്ല. അപ്പം പിന്നെ അത് എവിടുന്ന് പഠിച്ചായിരിക്കും? അത് ഏതായാലും ഒന്നി അച്ഛൻ അമ്മയെ വിളിച്ചതാ, അല്ലെ അമ്മ അച്ഛനെ വിളിച്ചത്, 2 അല്ലെ അമ്മ ഈ കൊച്ചിനെ വിളിച്ചത്. എവിടുന്നാലും വീട്ടിൽ നിന്ന് കിട്ടിയത്. പക്ഷേ ഇത്രയൊക്കെ ആയിട്ട് യേശു കർത്താവിന്റെ അമ്മ വിളിച്ചത് എന്താ? മോനെ എന്നാ വിളിച്ചത്. ആ മോനെ എന്ന് വിളിച്ചത് കൊണ്ട് നിങ്ങൾ വേറെ ക്വാളിറ്റി പോകുന്ന കണ്ടോ? തിബരിയാസിന്റെ കടൽക്കരയിൽ യേശു യോഹന്നാനെ വിളിക്കുന്നത് എന്താ? കുഞ്ഞുങ്ങളെ കൂട്ടാൻ വരുന്നുണ്ട്. സംസ്കാരം പോകുന്ന കണ്ടോ? സംസ്കൃതി. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ യോഹന്നാൻ വിളിക്കുന്നത് എന്താ? കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യരുത്. എവിടുന്ന ഈ ഭാഷ ഇപ്പോഴും മനുഷ്യന്റെയാണ്. മറിയത്തിൽ നിന്ന് കൈമാറി വന്ന ഒരു ഭാഷയുടെ സംസ്കാരം. നോക്കൂ, എത്ര പ്രകോപനം ഉണ്ടായാലും അരുതാത്ത ഒരു വാക്ക് വായിന്ന് വരരുത്. എത്ര പ്രകോപനം ഉണ്ടായാലും അരുതാത്ത ഒരു വാക്ക് വായിന്ന് വരാത്ത ഒരു വീട്ടിലാണ് യേശു ജനിച്ചത്. നമ്മുടെ ഒക്കെ വീടുകളിൽ അരുതാത്ത വാക്കുകൾ പറയും. അറിയത്തില്ലേ? എനിക്കൊരു രസകരമായ ഒരു വെളിപ്പാടുണ്ടായി. ആ വെളിപ്പാട് ഇതാണ്. വലിയ പഴക്കമില്ലാത്ത കോൺക്രീറ്റ് ചെയ്തൊരു വീട്. ഞാൻ ആ വീട്ടിൽ പോയിരിക്കുകയാണ്. നോക്കിയപ്പോൾ അതിന്റെ കോൺക്രീറ്റിന്റെ കമ്പി എല്ലാം തെളിഞ്ഞ് കമ്പി കാണും. അപ്പൊ എന്നോട് ഞാൻ ചോദിച്ചു ഇതെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് കോൺട്രാക്ടറുടെ കുറ്റമാണ്, അയാൾ അങ്ങനെ ചെയ്തു, മോശപ്പെട്ട കമ്പി ഉപയോഗിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേയാണെന്ന് അവരെല്ലാം ഇങ്ങനെ പറയുകയാണ്. പക്ഷെ കർത്താവിനോട് പറഞ്ഞു ഇതൊന്നും അല്ല കാര്യം. ആ അമ്മയും അപ്പനും എല്ലാം വായി പിടിച്ച ഉടനെ പറയും, മുടിഞ്ഞ വീട്, നശിച്ച വീട്, ഒടുക്കത്തെ വീട്. കമ്പി പറയാ എനിക്ക് സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് സിമെന്റ് ഇളകി പോലും. അതാണ് കാരണം സിമെന്റിന് പോലും സഹിക്കാൻ വയ്യ. അത്ര വർത്താനാ പറയുമ്പോൾ കമ്പിക്ക് തെളിഞ്ഞു. പക്ഷെ ഏത് വീട്ടിലും ദൈവത്തിന്റെ സുഗന്ധം ഉണ്ടാകും. എങ്ങനെയാണെന്നറിയാമോ? നല്ല വാക്ക് പറയാം. മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്. നോക്കൂ, മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്ത. അടുത്തൊരു വാക്ക് കണ്ടോ? മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്. നിന്റെ അപ്പനും ഞാനും നിന്നെ തെരഞ്ഞു. നിങ്ങൾ ആ വാക്ക് കണ്ടോ? നിന്റെ അപ്പനും ഞാനും നിന്നെ തെരഞ്ഞു. സ്വാഭാവികമായിട്ട് അവരെങ്ങനെ പറയേണ്ടത്? നിന്റെ അപ്പനും ഞാനും എന്ന് പറയണോ? നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞു നോക്കി, നല്ല രസകരമായിട്ട് തോന്നും. നിങ്ങൾ സ്പോണ്ടേനിയസ് ആയിട്ട് പറ. പെട്ടെന്ന് പറയുമ്പോൾ ഞാനും നിന്റെ അപ്പൻ എന്ന് പറയുമോ? നിന്റെ അപ്പനും ഞാനെന്ന് പറയും. ഞാനും നിന്റെ അപ്പൻ എന്നാ പറയുന്നു. പക്ഷെ മറിയം പറഞ്ഞത് ഞാനും നിന്റെ അപ്പൻ എന്നല്ല, നിന്റെ അപ്പനും ഞാനും. എന്താ അപ്പൻ അറിയാമോ? അമ്മ അപ്പനെ ബഹുമാനിച്ചു. അപ്പനോ അവിടെ സ്ത്രീകളെ കൊണ്ട് സംസാരിപ്പിക്കത്തില്ല, പക്ഷെ ജോസഫ് അമ്മയെ കൊണ്ട് സംസാരിപ്പിക്കുക. അപ്പൻ അമ്മയെ ബഹുമാനിച്ചു, അമ്മ അപ്പനെ ബഹുമാനിച്ചു. പരസ്പരം ബഹുമാനിച്ചിടത്ത ക്രിസ്തു പിറക്കാനിടയായി. ആരെ നിന്ദിക്കരുത് പ്രിയരെ, ഒരു മനുഷ്യനെ നിന്ദിക്കരുത്. ഈയിടയ്ക്ക് അടുത്തിടയ്ക്ക് ഒരു ഭാര്യയെ ഇങ്ങനെ നിന്ദിച്ച ഒരു മനുഷ്യൻ ഞാനിങ്ങനെ പലത് കണ്ടു. ഞാൻ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങളെക്കാട്ടിലൊക്കെ ഞാനത് വിനയപ്പെട്ട് പറയാ നിങ്ങളെക്കാട്ടിലൊക്കെ പലരെക്കാട്ടിലും കൂടുതൽ ഒത്തിരി മനുഷ്യരെ ഞാൻ കണ്ടു. ഈ കൊച്ചുപ്രായത്തിൽ അവരുടെ ഉള്ളറകൾ കണ്ടു, അവരെ മനസ്സിലാക്കി. ഒരു പരിധി വരെ നിങ്ങളെക്കാട്ടിലൊക്കെ ഒത്തിരി, അത് ഞാൻ ബഹുമാനത്തോട് പറയാ, വിനയത്തോട് പറയാ, ഒത്തിരി മനുഷ്യരെ ഞാൻ കണ്ടു. ഒത്തിരി കുടുംബങ്ങളെ എനിക്കറിയാം. നിന്ദിച്ച മനുഷ്യരുണ്ട്, ഭാര്യയെ നിന്ദിച്ച മനുഷ്യരുണ്ട്.
ഭാര്യയെ നിന്ദിച്ച ഭർത്താവ് കിടന്നപ്പോ ഒരൊറ്റ മനുഷ്യൻ വന്നില്ല നോക്കാൻ. അവസാനം നോക്കാനും കുളിപ്പിക്കാനും കഴിയിക്കാനും ശുശ്രൂഷിക്കാനും നിന്ദിക്കപ്പെട്ട ഭാര്യയും. ഭർത്താവിനെ പരമപുച്ഛമുള്ള ഈ ഭാര്യ കടന്നുപോയ ആര് നോക്കും? മക്കൾ നോക്കൂ? ആരും നോക്കത്തില്ല. അന്ന് നോക്കാൻ ഈ ഭർത്താവെ കാണത്തും. എല്ലാവർക്കും ജീവിച്ചിരിക്കുമ്പോൾ ഞാനെന്നോ സത്യത്തിൽ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് നിന്നുമായിട്ട് വന്ന ഞാനങ്ങ് പറഞ്ഞു പോവാണ്, ക്ഷമിക്കണേ. ഈ മനുഷ്യർക്ക് നമ്മളെ പേഴ്സണൽ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. മനുഷ്യന്റെ വില നമ്മൾ അറിയാം പോയി കഴിയുമ്പോഴാണ്. എന്റെ അപ്പം കെടുകെട്ടിയ അപ്പനായിരുന്നു. ഞാൻ അഹങ്കാരം പറയല്ല, സത്യമായിരുന്നു. ഇതുപോലെ ധൈര്യമുള്ള, എന്റെ അപ്പനെ പോലെ ധൈര്യമുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അത്ര ധൈര്യം എന്റെ പോലെ. അത് എക്സാഗ്രേഷനാണ്. ഒരിക്കൽ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഒരു പ്രശ്നം വരും, 100ഓളം പേര് ഇങ്ങനെ അടിക്കാൻ വരിക. ഞാൻ കടയുള്ള സമയത്ത് അവരടിക്കും. അവരുടെ കയ്യില് എല്ലാ ആയുധങ്ങളും ഉണ്ട്. അവരെ എതിർക്കാൻ ഒക്കത്തില്ല. അപ്പൊ കട അടച്ചിട്ട് പോണം. പക്ഷെ അന്ന് ഞങ്ങൾ കുഞ്ഞാണെന്ന് എല്ലാരും പറഞ്ഞു കുഞ്ഞോനെ പൊക്കോണമെന്ന്. കുഞ്ഞോൻ പോയില്ല. കുഞ്ഞോനൊന്ന് ഒരു കാര്യം ചെയ്തു. ഒരു കടയുടെ മുമ്പിലോട്ട് ഒരു കസാര എടുത്ത് വെച്ചിട്ട് അതിന്റെ അപ്പുറത്ത് ഒരു ടീപ്പോ വെച്ചിട്ട് ഒരു കൈക്കോടാലി എടുത്ത് അവിടെ വെച്ചിട്ട് കാലും വെച്ച് ആ കൈക്കോടാലി പിടിച്ചോണ്ട് അവിടെ ഇരുന്നു. ഒന്നൊരൊറ്റ മനുഷ്യൻ അങ്ങോട്ട് നോക്കാതെ പോയി. അത്ര ഉപ്പുള്ള ഒരു മനുഷ്യൻ, അത്ര ധൈര്യവനായിരുന്നു എൻ്റെ അപ്പൻ. അത് വിനയപ്പെട്ട് പറയാം, ആരും പറയല്ല കേട്ടോ, തെറ്റിദ്ധരിക്കുന്നത്. പക്ഷെ ഞാൻ ഒരു കാഴ്ച കണ്ടു. അപ്പനും അമ്മയും കൂടെ ജീവിച്ചിരിക്കുമ്പോൾ അമ്മയൊക്കെ കൂടെ വഴക്കുണ്ടാക്കുമായിരുന്നു. അമ്മ വഴക്കുണ്ടാക്കുന്ന പ്രധാന കാരണം എൻ്റെ അമ്മ കുളിക്കാതെ കയറി കിടക്കും. എൻ്റെ അമ്മ കുളിക്കാതെ കയറി കിടന്ന എൻ്റെ അപ്പന് ഭയങ്കര വൃത്തിക്കാരൻ. കുളിക്കാതെ കൂട്ടത്തിൽ കിടക്കുന്ന ഒരു പാറ അപ്പ ഇറക്കി വിടും. അപ്പൊ അമ്മ ഇറക്കി വിടും. അമ്മ വന്ന് സെറ്റിയാ കിടക്കും. അതിനിടയ്ക്ക് രാത്രി അപ്പ കഥവ് തുറക്കുമ്പോൾ അന്ന് ബാത്റൂം അകത്തില്ല തുറക്കുമ്പോൾ അമ്മ ചാടിയകത്ത് കയറും. അതുകൂടി പ്രശ്നം തിരിതായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ പലപ്പോഴും ഉണ്ടാകുന്ന കാര്യം, കുളിക്കാത്ത എന്ന് പ്രശ്നം ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം ഞാൻ കണ്ടു, എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ കിടി കെട്ടിയ 100 പേര് വന്നപ്പം കൈക്കോടലയും വെച്ച് കാലുമേൽ കാല് വന്ന് ഇരുന്ന അപ്പനെ പേടിയാ. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായിരുന്നു. അപ്പം പിന്നെന്താ വേണം? ആരെങ്കിലും കൂട്ടം വേണം. കുളിക്കാത്ത എൻ്റെ കൊച്ചു കൂടെ കയറി കിടക്കും, കെട്ടിപ്പിടിച്ച് കിടക്കും. അവളെങ്കിലും കിടന്നില്ലെങ്കിൽ പേടിയായിരുന്നു. അപ്പൊ കെടുകെട്ടി അപ്പൻ കാര്യമുള്ളപ്പോ ഇറക്കിടുമായിരുന്നു, പോയപ്പം പേടിയായിരുന്നു. ഇതൊക്കെയല്ലേ ഉള്ളൂ മനുഷ്യ ജീവിതം. സത്യത്തിൽ മനുഷ്യ എന്നോട് എൻ്റെ ഭാര്യ പറയാറുണ്ട്, ഞാൻ അങ്ങോട്ട് ചെന്ന് കിടക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഭാര്യ എന്ന് പറയാറുണ്ട്, എൻ്റെ അച്ഛാ ഞാൻ അങ്ങോട്ട് അവിടെ കിടക്കുമ്പോൾ അവൾ വരുന്നതിന് മുമ്പ് കൂർക്കം വലിക്കും. അപ്പൊ നമുക്കൊക്കെ ദേഷ്യം വരും, മനുഷ്യൻ കിടക്കുന്നതിന് മുമ്പ് കൂർക്കം വലിക്കുന്ന കണ്ടില്ല. പക്ഷെ ഞാൻ അവിടെ ഇല്ലെങ്കിൽ അവൾ ഉറങ്ങത്തില്ല. സത്യത്തിൽ ഒരു കാര്യം സത്യമാണ്, ഈ മനുഷ്യൻ മുറിയിലുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരുത്തും. അപ്പൊ ഞാൻ ഓർത്ത് എനിക്ക് ഒറ്റയ്ക്ക് കിടന്ന ഉറക്കം വരുന്നു, എനിക്കും ഒറ്റയ്ക്ക് കിടന്ന ഉറക്കം. ഞാൻ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ എത്ര വട്ടം പേടിച്ചുടന്നിട്ടുണ്ടെന്നറിയാം. പക്ഷെ നമ്മുടെ ധൈര്യം അപരനാണ്. ഇവരൊക്കെ ഇല്ലാന്ന് വരുമ്പോൾ എൻ്റെ അപ്പൻ അവസാനം വരെ എൻ്റെ പൊന്നുപ്രിയരെ എൻ്റെ മോള് നിവയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. അവളാണെങ്കിൽ ഇങ്ങനെ ചൊറിഞ്ഞ് തൊഴിച്ച് ചുരുണ്ട് കിടക്കും. പക്ഷെ അവളെ കെട്ടിപ്പിടിച്ച് കിടക്കാനൊക്കെ മനസ്സിലാകുന്നത്. ഇതൊക്കെയാണ് ജീവിതം എന്നൊക്കെ പറയാ. ഇതൊക്കെ പഠിക്കുന്ന എപ്പോഴാ? മനുഷ്യരൊക്കെ പോയി കഴിയുമ്പോൾ അവിടെയൊക്കെ വരെ അറിയത്തുള്ളൂ. പക്ഷെ പോകുന്നതിന് മുമ്പൊക്കെ ഇങ്ങനെ സ്നേഹിച്ച് കെട്ടിപ്പിടിച്ചൊക്കെ ജീവിക്കാൻ കഴിയട്ടെ. അതാണ് മറിയൊക്കെ പഠിക്കുക, പരസ്പരം ബഹുമാനിച്ചു. അപ്പനെ അമ്മ ഇങ്ങനെ ബഹുമാനിക്കുക. നിന്റെ അപ്പനും അമ്മയ്ക്ക് സ്ഥാനം കൊടുക്കുക. ഈ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, അത്തിപ്പഴത്തോളം അകനിന്മയുണ്ടെങ്കിൽ അത്തിക്കിലെന്നും ഐശ്വര്യം വരത്തില്ല. ശകലം പോലും ഒരു മനുഷ്യനോട് നിന്നയുണ്ടോ, ആ നിന്നയുള്ള വീട്ടിൽ ഐശ്വര്യം വരത്തില്ല. പക്ഷെ മനുഷ്യരൊക്കെ ഇങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാ. എൻ്റെ പൊന്നു പ്രിയരെ, എനിക്ക് രാവിലെ 5 മണിക്ക് പോകണം, ഉറങ്ങിയില്ലെങ്കിൽ കുഴപ്പമില്ല, സാരമില്ല. ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈയിടയ്ക്ക് ഒരു രസകരം എന്നൊക്കെ പറഞ്ഞ് ചങ്ക് പൊട്ടുന്ന ഒരു അനുഭവം ഉണ്ട്. പറഞ്ഞു പോകുമ്പോൾ എനിക്ക് ഇച്ചിരി ആവേശം കൂടുകയും ഞാനിങ്ങനെ ചക്കക്കുരുവിലപ്പിന്റെ പറഞ്ഞു. പക്ഷെ മറിയവും ജോസഫും പരിമിതിക്കകത്തിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ദൂതന്മാർ ഇറങ്ങി വന്ന് വീണ വീട്ടിയിട്ട് അവിടെ സുഗന്ധം പറയാനായിട്ട് തുടങ്ങി, നിക്ഷേപപാത്രങ്ങളെ തുറക്കാൻ തുടങ്ങി. എൻ്റെ പൊന്നു മക്കളെ, ജീവിതത്തിന്റെ സകലങ്ങളിൽ പരിമിതികളിൽ വിറുവിറുപ്പില്ലാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിഞ്ഞാൽ അവിടെ എന്തോ വരുമെന്നറിയാമോ? അവിടെ ദൈവത്തിന്റെ തിരുപ്പിറവി ഉണ്ടാകും. അവിടെ ക്രിസ്തുദേവന്റെ തിരുപ്പിറവി ഉണ്ടാകും. അതാ ക്രിസ്തുമസ്. എവിടെ ക്രിസ്തു ഉണ്ടോ അവിടെ സ്വർഗ്ഗമല്ലേ? അതാ ക്രിസ്തുമസ്. അവിടെ ക്രിസ്തു ഉണ്ടാകും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട പൊന്നു പ്രിയപ്പെട്ടവരെ, വാക്കുകൾക്കൊന്ന് വിരാമം കുറിക്കണ്ടേ? അവിടെ ക്രിസ്തു, ആ നസ്രയത്തിലെ കൊച്ചു കുടുംബത്തെ യേശു എനിക്ക് കണ്ണടച്ച എല്ലാവരും സഹനങ്ങളിൽ പിറുപിറുക്കോ, പരസ്പരം കുറ്റം പറയാതിരിക്കോ, പരസ്പരം ബഹുമാനിക്കുവോ, ആരാധന മുടക്കാതിരിക്കോ, പിറുപിറുപ്പില്ലാതെ ജീവിക്കുമോ? നോക്കൂ, ജീവിതത്തിന്റെ സഹനം ത്യാഗമാണ്. ആ ത്യാഗത്തിലാണ് സ്നേഹം വരിക. അവിടെയാ ദൈവത്തിന്റെ കൃപ അനുഭവിക്കാൻ കഴിയുക. അവിടെയാ
ദൈവത്തിന്റെ കൃപ അനുഭവിക്കാൻ കഴിയുക. കണ്ണം കൂട്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. ആരെ നിന്ദിക്കരുത്. ഒരു വാക്കുകൊണ്ട് പോലും ജീവിത പങ്കാളിയെ നിന്ദിക്കരുത്. ഒരു വാക്കുകൊണ്ട് പോലും ജീവിത പങ്കാളിയെ നിന്ദിക്കരുത്. എല്ലാ കുടുംബങ്ങളിലേക്കും യേശു കർത്താവിന്റെ തിരുപ്പിറവി ഉണ്ടാകട്ടെ. ക്രിസ്തു ഇങ്ങനെ നമ്മുടെ വീടുകളിലേക്ക് അക്ഷരാർത്ഥ വിളക്കുകളും നക്ഷത്ര വിളക്കുകളും ക്രിസ്മസ് ട്രീയും കേക്കും ഒന്നും അല്ല, ക്രിസ്തു ഇറങ്ങി വരട്ടെ. ക്രിസ്തു ഇറങ്ങി വരട്ടെ. ക്രിസ്തുവിന്റെ സാന്നിധ്യം കൊണ്ട് ഈ ദിവസങ്ങൾ സമ്പുഷ്ടമാകട്ടെ.